നമുക്ക് വായിക്കാം. എല്ലാവരും എടുത്തു വായിക്കുമ്പോൾ ചുമതലപ്പെടുത്തിയ ആൾ മൈക്കിലൂടെ അത് വായിച്ച് നമ്മളെ കേൾപ്പിക്കും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ. മതി. ഒന്ന് ചോമൽ 1:8 വാക്യം. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? മതി. അതിപ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ഹന്നയോട് ചോദിച്ചൊന്ന്, നീ എന്തിന് കരയും? അടുത്തിരിക്കുന്ന ആളിനോട് ചോദിച്ചേ, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. 2, നീ എന്തിന് പട്ടിണി കിടക്കുന്നു? 3, നീ വ്യസനിക്കുന്നത് എന്തിന്? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ഇന്ന് രാത്രി ഒത്തിരി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കും. കരയുന്നതിന് പല കാരണങ്ങളാണ്. സ്തോത്രം. ചിലരുടെ മക്കൾ ഉണ്ടായിപ്പോയല്ലോ എന്നോർത്ത് കരയുന്നവരുണ്ട്. ചിലർക്ക് മക്കളില്ലല്ലോ എന്നോർത്ത് കരയുകയാണ്. ചിലർ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായല്ലോ എന്നോർത്ത് കരയുകയാണ്. ചിലർ അമിതമായ പാപഭാരത്താൽ കരയുകയാണ്. ചിലരുടെ കുടുംബങ്ങളുടെ ഉള്ളറയിൽ വ്യാപരിച്ചിരിക്കുന്ന ചില വലിയ പൈശാചിക പോരുകൾ കൊണ്ട് കരയുകയാണ്. ചിലർ കോടതിയുടെ വരാന്തയിലെ ചോദ്യം കേട്ട് കരയുകയാണ്. കാര്യം ജഡ്ജി ചോദിക്കുകയാണ്, കുഞ്ഞെ, നീ പപ്പായുടെ കൂടെ പോന്നോ അതോ മമ്മിയുടെ കൂടെ പോന്നോ? അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും പേരൻസ് ഇവിടെ നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഇതുങ്ങൾ ആരുടെ കൂടെ പോകണമെന്നറിയാതെ കരയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നോടുള്ള ചോദ്യം, നീ എന്തിനാണ് കരയുന്നത്? ഹല്ലേലൂയ. ഇത് ചോദിക്കുന്നത് കാൽവറി ക്രൂശിൽ അലറിക്കരഞ്ഞ് പ്രാണനെ വിട്ടവനാണ് നിന്നോട് ചോദിക്കുന്നേ, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി ചോദിച്ചേച്ചു പോകുകയല്ല, ഉത്തരം തരാൻ കഴിവുള്ളവൻ, കണ്ണുനീര് തുടയ്ക്കാൻ കഴിവുള്ളവൻ ഈ കടശി രാത്രിയിൽ ഈ പന്തലിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവർ മാത്രം ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലർ കരയത്തില്ല, പക്ഷെ അവർ ഒത്തിരി പേരെ കരയിപ്പിക്കും. അതവർക്കൊരു ഹോബിയാണ്. സ്തോത്രം. 3 വർഷം സഭയിലിരിക്കാമെങ്കിൽ 3 വർഷവും പാസ്റ്ററെ കരയിപ്പിക്കുന്ന ചിലരുണ്ട്. അവരെ ഓർത്തൊന്നും വിഷമിക്കല്ല. ഈ സന്മല്ലത്തും തോബിയാവും ഒക്കെ ദൈവം നമുക്ക് തന്നേക്കുന്നത് ഈ 52 മാസം കൊണ്ട് തീരേണ്ട പണി 52 ആഴ്ച കൊണ്ട് തീർക്കാനായിട്ടാണ്. അവരില്ലെങ്കിൽ നീ ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകും. 53 മാസമാകും. അല്ലേ പറഞ്ഞ്? ഈ 53 മാസം 52 ആഴ്ചയാക്കണ ഒറ്റ പണിയേ ഉള്ളൂ. 2 പേരെ എഴുന്നേൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഏതോ ഒരു അപ്പച്ചൻ ട്രെയിൻ കയറാൻ പോയപ്പോൾ ഈ കാലിന് നല്ല ബലമില്ലാത്തതുകൊണ്ട് പുള്ളി ഒരു വടി കുത്തി ഏന്തിയാ പോയെ. അപ്പോൾ ഈ വടി കുത്തി പോന്ന് കണ്ടപ്പോൾ റെയിൽവേ പാളത്തെ കിടന്നൊരു പട്ടി കുറച്ചുകൊണ്ട് പുള്ളിയുടെ പുറകെ ചാടിയപ്പോൾ പുള്ളി ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. കാലിൻ്റെ വേദന മറന്ന് ചാടി ചെന്ന് ട്രെയിനെ കയറി. ആ പട്ടി കുറച്ചിരുന്ന പുള്ളി പതുക്കെ ചെന്ന് ട്രെയിൻ അങ്ങ് പോയേനെ. ട്രെയിനെ കയറിയിട്ട് പട്ടിക്ക് ഒരു ടാറ്റ കൊടുത്ത് പറഞ്ഞു, നീ കുറച്ചതാടാ ഞാൻ ലക്ഷ്യത്തിലെത്താൻ കാരണമെന്ന്. ഇന്ന് രാത്രി ചിലരുടെ സ്വഭാവം കരയിപ്പിക്കാറുണ്ട്, പക്ഷെ അവർ കരയാറില്ല. പക്ഷെ ഇവിടെ മറിയ കരയുകയാണ്. കരയുന്ന മറിയെ നോക്കി യേശു ചോദിക്കുകയാണ്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി നിന്റെ കരച്ചിലിന്റെ വിഷയം എന്തുമാകട്ടെ, അത് പക്ഷേ ക്യാൻസർ ആകാം, ട്യൂമർ ആകാം, ലുക്കേമിയ ആകാം, COVID-19 ആകാം, പന്നിപ്പനിയാകാം, അതല്ല തലമുറ നിന്റെ കൈവിട്ടു പോയതാകാം, നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിലെ ചില ശാപ വിഷയങ്ങളാകാം, കൂടെ ഉണ്ടാകുന്ന അനർത്ഥങ്ങളാകാം, ചില പെടുമരണങ്ങളാകാം. എന്തായാലും ഇന്ന് രാത്രി സ്വർഗം നിന്നോട് ചോദിക്കുന്നു, നീ
എന്തിനാണ് കരയുന്നത്? കരയുന്ന വിഷയത്തിന്മേൽ യോഗത്തിന് ആശീർവാദം പറയും മുമ്പേ എന്റെ ദൈവം ഒരു മറുപടി തരും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ചരിത്ര പ്രസിദ്ധയായ മിഷണറി വനിത മേരി കാതറിൻ എന്ന് പറയുന്ന സഹോദരി ഒരു രാത്രി ദർശനത്തിൽ താൻ മരിക്കുന്നു. മരിച്ചു തന്റെ ആത്മാവിനെ ദൂതന്മാര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. താൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിവിധങ്ങളാകുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ദൂതന്മാര് കാണിക്കുന്നു. അങ്ങനെ കാണിച്ച് ചെല്ലുമ്പോൾ ഒരു വലിയ വിശാലമായ മുറി, അത് നിറയെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ധാരാളം തുരുത്തികൾ. അവിടെ ചോദിച്ചു, ദൂത ഇതെല്ലാം എന്താണ്? ഉടനെ ദൂതൻ പറഞ്ഞു, ഇത് ഭൂമിയിലെ എൻ്റെ വിശുദ്ധന്മാരും വിശുദ്ധമതികളും കരഞ്ഞ കണ്ണുനീര് ഒപ്പിയെടുത്ത് സൂക്ഷിച്ചിരിക്കുകയാ. അത് കണ്ട ദാവീദാ പറഞ്ഞത്, എൻ്റെ കണ്ണുനീരെല്ലാം അവൻ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. ഇതിനകത്ത് ലോകത്തിൽ മറ്റാരും നിന്റെ കണ്ണുനീര് കണ്ടില്ലെങ്കിലും നിന്റെ ലുഹിയ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് നീ കട്ടിൽ നിന്ന് താഴെ ഇറങ്ങി അല്ലെ നിലത്ത് മുട്ടുകുത്തി ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, മക്കൾ അറിയാതെ നീ കരഞ്ഞതെല്ലാം ഒപ്പിയെടുത്തു വെച്ച ഒരു തുരുത്തി സ്വർഗത്തിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി അവൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ കരച്ചിലിന്റെ കാര്യമെന്ത്? ലോകം കണ്ട ഏറ്റവും ധനാഢ്യയായ ഒരു ഫാഷൻ ഡിസൈനറും അപ്പൊ തന്നെ വലിയ എഴുത്തുകാരിയുമായിരുന്ന ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 24-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. നിരന്തരമായ ഹീമോ ചെയ്ത് അവിടെ മുടിയെല്ലാം പോയി. ഹോസ്പിറ്റലുകാർ കൊടുത്തൊരു വസ്ത്രമാണ് അവൾ ധരിച്ചേക്കുന്നത്. ഹോസ്പിറ്റലുകാർ കൊടുത്ത വീൽ ചെയറിലാണ് റൂമിൽ നിന്ന് ഡോക്ടറുടെ അടുക്ക് വരുന്നത്, റൂമിൽ നിന്ന് അവിടെ മുറി പോകുന്നത്. അവളിങ്ങനെ കുറിച്ചു വെച്ചു, എൻ്റെ മുടി ചീകാൻ മാത്രം എൻ്റെ ശമ്പളത്തിൽ കഴിഞ്ഞ് 7 ബ്യൂട്ടീഷ്യന്മാർ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെൻ്റെ തലയിൽ മുടിയില്ല. എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് മറ്റൊരു രാജ്യത്തെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് സഞ്ചരിക്കാൻ സ്വന്തം ജെറ്റ് വിമാനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല. എങ്ങനെങ്കിലും റൂമിൽ നിന്ന് ഡോക്ടറുടെ അടുക്ക് വരെ ആ ഇരുമ്പ് ചെയറിൽ ഒന്ന് ഉന്തിക്കൊണ്ട് പോകാൻ ഒരാൾ വന്നാൽ മതി. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ജാക്കുവേറെ, ഓഡി, ബെൻസ് ഉൾപ്പെടെ ധാരാളം കാറുകൾ എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഒന്നും എനിക്കിപ്പോൾ പ്രയോജനപ്പെടുന്നില്ല. സ്വിസ് ബാങ്ക് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അത് പ്രയോജനപ്പെടുന്നില്ല. എൻ്റെ ഒരു ഒപ്പിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കോളേജ് കുമാരിമാരും കുമാരന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എന്നെ മരുന്ന് കുറിച്ച് തരുന്ന കുറിപ്പടിക്ക് വേണ്ടി ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾ ആ റൂമിൽ കിടന്ന് കുറിച്ചുമ്മ ചലറിക്കരയാൻ തുടങ്ങി. അവിടെ ചെന്ന ഒരു ചാപ്പിളയും ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അവൾ പറഞ്ഞു, എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും ഉതകുന്നില്ല. അല്ലെ, അതിവേദന ഞാൻ പുളയുകയാണ്. ഇന്ന് രാത്രി നിന്നോട് ദൈവം ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? ഹല്ലേലൂയ. കൈവിട്ടു പോയ തലമുറയെ ചൊല്ലിയാണോ? അതോ കുടുംബം വിട്ടിറങ്ങിപ്പോയ തലമുറയെ ചൊല്ലിയാണോ? അതോ ജനിച്ച തലമുറ നിന്നെ മാനസികമായി വേദനിപ്പിക്കുന്ന വിഷയമാണോ? എന്തായാലും കണ്ണുനീര് തുടയ്ക്കുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി ആ വിഷയത്തിന്മേൽ വ്യക്തമായ മറുപടി തരുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇവിടെ അജോയി പാസ്റ്റർ വന്നാലോ പി സി ചെറിയാൻ വന്നാലോ പ്രസംഗിച്ചിട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ ഒരുവരുടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ വന്നത് പ്രസംഗത്തിന് മാർക്കിടാനല്ല. അവൻ വന്നത് നീ കരയുന്ന വിഷയത്തിന്മേൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ഇന്ന് രാത്രി യോഗ കഴിയും മുമ്പേ, നിന്റെ വീട്ടിലെത്തും മുമ്പേ ഒരു മറുപടി തന്നിട്ട് ആ കണ്ണുനീര് തുടയ്ക്കുവാൻ പുസ്തകം പറയുന്നു. അവൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല തുടച്ചു കളയും. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിവരിക്കുന്നില്ല.
ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 34-35 വാക്യം വായിക്കണം. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, വേദപുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള കരച്ചിൽ അത് യാക്കോബിന്റെ കരച്ചിലാണ്. ഒരു മകനെ ചൊല്ലിയുള്ള കരച്ചിലാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട 12 ആമക്കളും ഒരു മകന് ലഭിച്ച ഗോത്രപിതാവായ യാക്കോബ് ഒരു മകനെ ചൊല്ലി കരഞ്ഞത് 1-2 വർഷമല്ല. പ്രൈസ് ദി ലോർഡ്. 17-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ 30-ാമത്തെ വയസ്സിൽ മിസ്രൈമിലെ രാജാവായി. 7 വർഷം സമ്പന്നത, 30, 37. പിന്നെ 7 വർഷം ക്ഷാമം ദേശം മുഴുവൻ ബാധിച്ചതിൻ്റെ ദൈർഘ്യത്തിൻ്റെ പകുതി സമയമായപ്പോൾ എന്ന് പറഞ്ഞാൽ 13, 7, 20, 3, 23, ഏകദേശം 24 വർഷം ഒരു മനുഷ്യൻ ഒരു കീറി പറഞ്ഞ പിച്ചി ചിന്തിയ ഒരു തുണിക്കഷണം പിടിച്ച് അതിനെ പറ്റിപ്പിടിച്ച ചോര കണ്ടുകൊണ്ട് കരയുകയാണ്. എൻ്റെ മകനെ യോസപ്പേ, എൻ്റെ മകനെ യോസപ്പേ. മക്കൾ അവനെ ആശ്വസിപ്പിക്കാൻ ചെന്നു, ഭാര്യമാർ ആശ്വസിപ്പിക്കാൻ ചെന്നു, ദാസീദാസന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പക്ഷെ അവൻ ആശ്വാസം കണ്ടെത്തിയില്ല. അവനെന്നും പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പോകും, ഞാൻ പോകും, ഞാൻ പാതാളത്തിൽ പോകും, ഞാൻ മരിച്ചവനായിട്ട് അവിടെ ചെല്ലും, ചെന്ന് മരിച്ച് എൻ്റെ മകനെ കാണും എന്ന് പറഞ്ഞ് അവൻ ദീർഘമായ 25 വർഷങ്ങൾ കരയുകയാ. കാരണം അറിയാതെ, ജീവിച്ചിരിക്കുന്ന മകൻ ഉണ്ടെന്നറിയാതെ, ഉള്ള മകൻ മരിച്ചു എന്ന തലമുറകൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു കള്ളക്കഥയുടെ പേരിൽ ഒരു പരമാർത്ഥിയായ വാഗ്ദത്ത പുരുഷൻ കരയുകയാ. മനസ്സിലാകുന്നുണ്ടോ? ഈ കരയുന്ന മനുഷ്യനാരെന്നറിയാമോ? ഉദരത്തിൽ നിന്ന് പുറത്തു വരും മുമ്പേ അമ്മ ചെന്ന് പറഞ്ഞു, ഇതീ ഭേദം പിള്ളേരുണ്ടാകാതിരിക്കുകയായിരുന്നു. രണ്ടും കൂടെ വയറ്റിൽ കിടന്ന് ഭയങ്കര വഴക്ക. പ്രൈസ് ദി ലോർഡ്. അകത്തിവന്മാര് പ്രശ്നമാ, പുറത്തു വന്ന എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ച് തള്ള കരഞ്ഞു. കരഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞു, പേടിക്കേണ്ട, 2 ജാതിയാണ് അകത്തുള്ളത്, 2 വംശങ്ങളാണ് അകത്തുള്ളത്. അതിൽ ഇളയവൻ മൂത്തവനേക്കാൾ ഉന്നതനാകും, മൂത്തവൻ ഇളയവനെ സേവിക്കും, ജനിക്കും മുമ്പേ വാഗ്ദത്തമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം. നിന്നെ അമ്മ വെറുത്താലും നാട് വെറുത്താലും, ഇനി ഏശാവ് കൊല്ലാൻ വന്നാലും, വീട് വിട്ട് ഓടേണ്ടി വന്നാലും, അർദ്ധരാത്രി കല്ല് തലയണയുമായി ചുറങ്ങേണ്ടി വന്നാലും, നീ ജനിക്കും മുമ്പേ വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സകല സാഹചര്യങ്ങളും നമ്മക്കെതിരായാലും വാഗ്ദത്തമുള്ളവനെ സ്വർഗം വളർത്തും. ഇന്നത്തെ ഈ ദൂതെല്ലാം ഏറ്റെടുത്തോണം കേട്ടോ. ശ്രദ്ധിച്ചേ, ഈ യാക്കോബ് വീട് വിട്ട് ഓടി സൂര്യൻ അസ്തമിച്ച് രാത്രിയിൽ ഇങ്ങനെ കല്ല് തലയണയായി വെച്ച് കിടന്നപ്പോൾ സ്വർഗം പറഞ്ഞതേ വാഗ്ദത്തമുള്ളവൻ കാട്ടിക്കിടന്ന് ഉറങ്ങുന്നു. ദൂതന്മാരെല്ലാം കൂടി ഇങ്ങോട്ടിറങ്ങി. സ്തോത്രം. ദൂതന്മാരെ വിളിച്ചു ചോദിച്ച്, സ്വർഗത്തിൽ ഇത്രയും വലിയ ആരാധന നടക്കുമ്പോൾ ഈ കാട്ടി കല്ല് തലയണയായി വെച്ചവനെ കാണാൻ എന്നെ ഇറങ്ങിയത്? ഉത്തരമുണ്ട്, ഇത് വാഗ്ദത്തമുള്ളവനാ. വാഗ്ദത്തമുള്ളവനാണെങ്കിൽ സ്വർഗം അവിടുന്ന് താഴെ ഇറങ്ങി വരും. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ കരയുന്ന വിഷയം എന്തുമാകട്ടെ, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ വാഗ്ദത്തത്തിന്മേൽ സ്വർഗം കീറി മുറിച്ചിറങ്ങി വരുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. സാക്ഷി പറയാനൊക്കെ പോയാൽ പ്രസംഗം നടക്കത്തില്ല. എങ്കിലും ഇവിടെ അജോയി പാസ്റ്റർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ കരച്ചിൽ ഞാൻ ഓർത്തു. സ്തോത്രം.
ഒരിക്കൽ 4 കുപ്പി വിഷം കുടിച്ചു. 3 മാസം രക്തം ഛർദ്ദിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നു. പെരുന്തേനരുവി എന്ന വലിയ കയത്തിൽ, നിരയില്ല കയത്തിൽ പോയി ചാടി. പക്ഷെ കർത്താവ് ഇറങ്ങി വന്ന് വിടുവിച്ചു. ഭോപ്പാലിൽ 84-ന്റെ ആരംഭം ഇന്ദിരാഗാന്ധി ഭരിച്ചു. 84-ന്റെ അവസാനമാണ് രാജീവ് ഗാന്ധി ഭരിച്ചത്. ആ ഇന്ദിര മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, അവിടുത്തെ ഗ്യാസ് ട്രാജഡി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഒരു രാത്രി വീട് വിട്ടിറങ്ങിപ്പോയി റെയിൽവേ പാളത്ത് തലവെച്ചു. എപ്പോഴാണെന്നറിയത്തില്ല. എപ്പോഴോ എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ ട്രെയിനകത്താ. ആരകത്ത് കയറി ഇന്നും എനിക്കറിയത്തില്ല. വർഷം 45 വർഷത്തോളമായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു രാത്രി പഠിക്കാനിരുത്തി എന്നെ കണ്ടില്ല. രാവിലെ അന്വേഷണം തുടങ്ങി. ആ രാത്രി കഥവ് തുറന്നിട്ടും വെച്ച് ഞാൻ വീട് വിട്ടിറങ്ങി. വെച്ചുച്ചിറയിൽ നിന്ന് കനകപ്പലം വനത്തിൽ കൂടെ പോയി, എരുമേലി കൂടെ പോയി, കണിമലയെ കൂടെ പോയി, എസ്റ്റേറ്റിനകത്തൂടെ കയറി, പുലിക്കയത്തൂടെ പോയി, മുണ്ടക്കയത്തൂടെ പോയി, അങ്ങ് ചെന്നാപ്പാറ വരെ ചെന്ന് നേരം വെളുക്കുമ്പോൾ ചെന്നാപ്പാറ ഒരു വലിയ എസ്റ്റേറ്റിനകത്ത് ഞാൻ നിൽക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മരണത്തിൻ്റെ കരാളകസ്തങ്ങൾ 1, 2, 3 എന്ന ക്രമത്തിൽ എൻ്റെ പുറകെ നടന്നിട്ട് ആത്മഹത്യ എന്ന സിംഹം എൻ്റെ അകത്ത് കേട്ട ദുഷ്ടപിശാച് എന്നെ മരണത്തിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ എനിക്ക് വേണ്ടി കരഞ്ഞൊരമ്മയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നവരൊക്കെ പറഞ്ഞ് പോട്ടെ എൻ്റെ മാതാവേ, അവൻ പോട്ടെ, ഇനി അവൻ നന്നായിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അമ്മ പറഞ്ഞില്ല, വിടുവിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം രക്തം ഒലിച്ചു കിടക്കുന്ന, മാരകമായ ശരീരം മുറിവുകളൊക്കെ വന്ന് കിടക്കുന്ന എൻ്റെ ശരീരമെടുത്ത് മടിയിലോട്ട് വെച്ചിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞൊരു കരച്ചിലുണ്ട്. എൻ്റെ കുഞ്ഞിനെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമില്ലയോ? സ്വർഗം അത് കേട്ട് കേട്ടോ, സ്വർഗം അത് കേട്ടു. ഈ ദൂത് ഞാൻ പറയുമ്പോൾ അയൽവക്കത്താകട്ടെ, ഇവിടെയാകട്ടെ, ഈ ലൈവിനകത്താകട്ടെ കാണുന്ന സ്നേഹിത, കരയുന്ന ഒരാൾ പുറകിലുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പിൻപിൽ കരയാൻ ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി തലമുറയ്ക്കായി കരയുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അസാധാരണമായ ഒരു വിടുതല്. ഉൽപ്പത്തി 45:2 വായിച്ചു. അവൻ ഉച്ചത്തിൽ കരഞ്ഞു, അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗ്രഹവും അത് കേട്ടു. ഫറവോന്റെ ഗ്രഹവും അത് കേട്ടു. ഇനി ഇവിടെ തിരിച്ചു വരണം, വായിച്ചുകൊണ്ടിരിക്കല്ലേ. യാക്കോബ് കരഞ്ഞു, കാലത്തും വൈകിട്ടും കരയുകയാണ്. രക്തം പുരണ്ട മകന്റെ വസ്ത്രം കണ്ട് കരയുകയാണ്. എന്നിട്ട് എന്നും പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പാതാളത്തിൽ പോവും, ഞാൻ പാതാളത്തിൽ പോവും, ഞാൻ അവിടെ ചെന്ന് എൻ്റെ മോനെ കാണും. പ്രൈസ് ദി ലോർഡ് എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ മുൻപോട്ട് പോയി. ജോസഫിനെ വസ്ത്രമഴിച്ചു മാറ്റി, ജോസഫിനെ പൊട്ടക്കല്ലിലിട്ടു, ജോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു, ജോസഫിനെ പൊത്തിപ്പേർ വിലയ്ക്ക് മേടിച്ചു. പൊത്തിപ്പേറിന്റെ ഭാര്യ 2ാമത്തെ ഉടുപ്പ് വലിച്ചു മാറിച്ചു. ഹല്ലേലൂയ. അവളത് വലിയ പത്രവാർത്തയാക്കി. ദൈവത്തിന് സ്തോത്രം. അന്ന് വാട്സപ്പോ യൂട്യൂബോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയായേനെ. ഒരു സ്തോത്രം പറഞ്ഞേരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് നോക്കുന്ന ബെന്തിക്കോസുകാരാ, അവരുടെ മാർക്കറ്റ് കൂടുകയാ. ഹല്ലേലൂയ. ഒരു ഓർത്തഡോക്സിലെ അച്ഛനെ കുറിച്ചോ ഒരു കത്തോലിക്കലെ വൈദികനെ കുറിച്ചോ ഒരു കാര്യം എഴുതിയ കത്തോലിക്കൽ വായിക്കത്തില്ല, അതുകൊണ്ട് അവന് മാർക്കറ്റില്ല. എന്നാൽ ബെന്തിക്കോസിലെ ഉപദേശത്തെക്കുറിച്ച് എഴുതാമെങ്കിൽ നമ്മളെല്ലാം അത് വായിക്കുകയും ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവന് പൈസ വീട്ടിൽ കിട്ടിക്കോളും. നീ കാരണം അവൻ കാശ് മേടിക്കും. അതല്ലേ ഇതിൻ്റെ ഗുണം. കർത്താവിനെതിരായി നിന്നാലും കാശ, കർത്താവിന് അനുകൂലമായി നിന്നാലും കാശ. ഇന്നിനകത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അന്തരീക്ഷം പോകല്ലേ, ശ്രദ്ധിച്ചിരിക്കണമേ. അങ്ങനെ യോസഫ് പൊത്തിപ്പേറിന്റെ വീട്ടിലെ കുഴപ്പം കൊണ്ട് കാരാഗിൽ അടയ്ക്കപ്പെട്ടു. നിരപരാധിത്വം തെളിയിക്കാൻ അവസരമില്ലാഞ്ഞുകൊണ്ട് ദീർഘമായ 13 വർഷം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, കൈകാലുകളും ഒരുപോലെ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടന്നു. അങ്ങനെ ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട്. അതിൻ്റെ പേര് ശോധനാകാലമെന്ന. സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി കരയാൻ നിശ്ചയിച്ചൊരു കാലമുണ്ടെങ്കിൽ ചിരിക്കാൻ അനുവദിക്കുന്ന ഒരു കാലമുണ്ട്. ഞാൻ ജോസഫിനെ വിളിച്ചൊരു കാര്യം ചോദിച്ചു, എൻ്റെ പ്രാർത്ഥന മുറി കേട്ടോ. അപ്പച്ചാ ശ്രദ്ധിച്ചേ, ഞാൻ ചോദിച്ചു, ജോസഫേ എത്ര വർഷം കരഞ്ഞടാ? അവൻ പറഞ്ഞു 13 വർഷം കരഞ്ഞു. എത്ര വർഷം ചിരിച്ചടാ? 80 വർഷം ചിരിച്ചു. ഞാൻ ചോദിച്ചു, അതെങ്ങനാ? ഞാൻ 80 വർഷം രാജ്യം ഭരിച്ചടാ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, 13 വർഷം കരഞ്ഞാൽ 80 വർഷം നിന്നെ കൊണ്ട് ചിരിപ്പിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രം ദൈവത്തെ
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹോ, ശ്രദ്ധിക്കണേ. ഫറവോൻ സ്വപ്നം കണ്ടു. സ്വപ്ന വ്യാഖ്യാനം, കാരാഗ്രഹത്തിൽ കിടന്ന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പ്രാപിച്ചു ചെന്ന പാനപാത്രഭാവം പറഞ്ഞു, ഒരു പയ്യൻ അവിടെ കിടപ്പുണ്ട്. ബന്ധം എന്താണെന്നോ സ്വന്തം എന്താണെന്നൊന്നും അറിയത്തില്ല, ഊരും പേരും ഒന്നും അറിയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവനാ, വെളിപ്പാടുണ്ട്. പിന്നെ ഏത് സ്വപ്നം കണ്ടാലും അത് വ്യാഖ്യാനിച്ച് പറയും. സ്തോത്രം. ഓനെ പറഞ്ഞ് അവനെ എളുപ്പം വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് അവനെ ഷേവ് ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് നല്ല രാജവസ്ത്രമൊക്കെ ധരിപ്പിച്ച് രാജാവിൻ്റെ മുന്നേ കൊണ്ട് സ്വതന്ത്രം പറഞ്ഞേ. പിന്നെ ഇപ്പോൾ ജോസഫിന് ഈ സൂട്ട് ഇടാനോ ടൈ കെട്ടാനൊന്നും വലിയ പരിചയമില്ല, കാരാഗ്രഹത്തിൽ കിടന്നതല്ലേ. സ്വതന്ത്രം ആകെപ്പാടെ അച്ചാൻ കൊടുത്തൊരു സൂട്ടേ ഇട്ടിട്ടുള്ളൂ. അത് അവന്മാർ ഊരിക്കൊണ്ടുപോയി, ഇട്ട് പരിചയപ്പെടുന്നതിന് പിന്നെ അത് ഊരിക്കൊണ്ടുപോയി. പക്ഷേ ഇപ്പം നിൽക്കുകയാണ്, കാരാഗ്രഹത്തിലെ ഉടമസ്ഥന്മാർ വന്നിട്ട് അവനെ നല്ല ഷർട്ട് ഇടിപ്പിക്കുന്നു, പാൻറ് ഇടിപ്പിക്കുന്നു, ടൈ കെട്ടിക്കുന്നു. ഇവൻ ടൈ ഒന്നും ആദ്യമായിട്ട് കെട്ടുക, ഇവന്മാർ കെട്ടിക്കുക. സ്തോത്രം. എന്നിട്ട് കയ്യിലെ ബട്ടൺസ് ഇടിപ്പിക്കുന്നു, മണ്ടക്കൂടെ ജാക്കറ്റും ഷൂട്ടും ഒക്കെ ഇടിപ്പിക്കുന്നു. ഹലോ, നീ നിന്ന് കൊടുത്താൽ മതി. ഇരുന്ന് കരഞ്ഞതാണോ? ഇരുന്ന് കരഞ്ഞതാണോ? ആന്നെ പിന്നെ നിന്ന് കൊടുത്താൽ മതി. ഒരുക്കാൻ ആള് നിൽക്കുകയല്ലേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ ടിപ് ടോപ്പിലാക്കി രാജാവിൻ്റെ മുമ്പിലോട്ട് കൊണ്ടു നിർത്തി. കൊണ്ടുവന്ന രാജാവ് പറഞ്ഞ ആ സ്വർണ്ണ സരിപ്പള കഴുത്തിലോട്ട് ഇടാൻ പറഞ്ഞു. ആ സ്വർണ്ണ സരിപ്പള കഴുത്തിലോട്ട് ഇട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ ആൾ മൊത്തം മാറി. അവൻ സ്വപ്നത്തിന് വ്യാഖ്യാനം നടത്തിയവൻ പറഞ്ഞു, ഈ രാജ്യത്ത് ഇതുപോലെ കൃത്യമായി ദൂത് പറയുന്ന വേറൊരാളില്ല, അതുകൊണ്ട് നിന്നെ ഭരണമേൽപ്പിക്കുക. ഹലോ, പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം പുള്ളി രാജ്യത്തിന് പ്രധാനമന്ത്രിയായി. 7 ദിവസത്തെ സമ്പന്നതയിൽ എല്ലായിടത്തും പാണ്ഡികശാല പണിതു. ഹല്ലേലൂയ. അങ്ങനെ പണിത പാണ്ഡികശാലയിലെല്ലാം ധാന്യങ്ങൾ കയറ്റി നിറച്ചിട്ട് ഇങ്ങനെ 7 വർഷം കഴിഞ്ഞപ്പോൾ വലിയ ക്ഷാമമുണ്ടായി. ആ വലിയ ക്ഷാമത്തിൽ ദേശത്ത് മുഴുവൻ ക്ഷാമമുണ്ടായി. ഒരു കാര്യം കുറിച്ചിട്ടോണം, ഇന്നത്തെ ഇത് മാറിയിട്ട് ക്ഷാമം വരാൻ പോവാ. പകർച്ചവ്യാധി മാത്രമല്ല, കൊടിയ ക്ഷാമം വരാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോണം കേട്ടോ. അതിനൊക്കെ മുമ്പേ, അതിനകത്ത് നീ അകപ്പെടുന്നതിന് മുമ്പേ കാഹളം ധ്വനിച്ചിരുന്നെങ്കിൽ, കർത്താവേ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവന് 7 വർഷം ക്ഷാമം വന്നപ്പോൾ എനിക്ക് എൻ്റെ ബെഞ്ചമിൻ പാസ്റ്റർ ഇന്നും പിടികിട്ടാത്തൊരു കാര്യം, ഭൂതലത്തിലുള്ള സകല പേർക്കും ധാന്യം കൊടുത്തത് യോസഫാണ്. അതെങ്ങനെ ഒക്കാനാച്ചാ? 150 കാർഡുള്ള റേഷൻ കട ചെന്നാൽ നമുക്ക് അരി കിട്ടുന്ന എത്ര നേരം കൊണ്ടാണ്? ആ പാട്ടയും കൊണ്ട് നിൽക്കുന്ന പുള്ളിക്കാരൻ അരിയെല്ലാം തൂക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? സ്തോത്രം. പിന്നെ നമ്മൾ റേഷൻ മേടിച്ച് നാട്ടുകാരറിയാതിരിക്കാൻ നമ്മൾ പോത്തില്ല, അത് വേറെ കാര്യം. നമുക്ക് വീട്ടിൽ ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിലൊരു പൊണ്ണക്കാരി ഉണ്ടല്ലോ. ഹലോ, പ്രൈസ്. പക്ഷെ ഇവിടെ പൊണ്ണക്കാരിയും വെക്കാൻ ഒത്തിരി എല്ലാവരും പോയി ക്യൂ നിന്നേ കൊത്തു. പൊത്തിപ്പേറിൻ്റെ പെണ്ണും പിള്ളേയും വന്നു അരി മേടിക്കാൻ. സ്തോത്രം പറഞ്ഞില്ല. പിന്നെ വരുത്തു വന്നേ, നീ കാരാഗ്രഹത്തിൽ കരഞ്ഞതാണോ? നിനക്ക് വിരോധമായി നിന്ന മണ്ഡലങ്ങളെല്ലാം നിന്റെ മുണ്ടിക്കൊണ്ടിരും. അവളും കാലിച്ചാക്കൊണ്ട് നിൽക്കുക, പുള്ളി അവക്ക് വളർന്നു കൊടുത്തു. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരയുന്നവന്റെ തലമുറയെ ദൈവം ആദരിക്കും. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ആയപ്പോൾ ക്ഷാമം പെരുകിയപ്പോൾ കനാനിൽ ക്ഷാമമുണ്ടായി. അപ്പോൾ പിള്ളേരോട് യാക്കോബ് പറഞ്ഞിട്ട്, മക്കളെ, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേൾക്കുന്നു, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വരാമോ? അപ്പോൾ അവരെ 10 പേരും കൂടെ ധാന്യം മേടിക്കാൻ പോയി. ബെന്യാമിനെ കൂടെ വിട്ടില്ല, കാരണം യോസഫിനെ ഇവന്മാർ കൈകാര്യം ചെയ്തു. ഇനി ബെന്യാമിനെ കൂടെ കൈകാര്യം ചെയ്യാതിരിക്കാനായിട്ട് ബെന്യാമിനെ വിടാതെ 10 പേരെ വിട്ടു. ഇവർ 10 പേരും കൂടെ ചെന്നേക്ക്. ആ വേഷം ഒന്ന് കണ്ടോണ്ട്, നമ്മൾ ഈ ആട്ടിടയന്മാരാണല്ലോ, തലയിലൊരു വലിയ കെട്ട്, ഈ ആട്ടിടയന്മാരുടെ മുഷിഞ്ഞൊരു ഉടുപ്പ്, അതിൻ്റെ കൂടെയുള്ള ഒരു കൈലിയോ ഉണ്ടോ, പിന്നെ താടിയെല്ലാം വളർത്തി, ഈ കുറച്ച് ദിവസമായിട്ട് കഞ്ഞി കിട്ടാത്തതുകൊണ്ട് കണ്ണെല്ലാം കുഴിഞ്ഞ് കവിട് പൊട്ടി ഒരു ഷേപ്പിലാണ് ഇവന്മാർ. ഹലോ, മിണ്ടുന്നില്ല. സ്തോത്രം. ഇവന്മാരിങ്ങനെ 10 കാലിച്ചാക്കുമായിട്ട് ചെന്ന് യോസഫിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ യോസഫ് ഒരു നോട്ടം നോക്കി. യോസഫ് ഈ സ്വർണ്ണ സരിപ്പളയും പ്രധാനമന്ത്രിയുടെ സൂട്ടും കോട്ടും ജാക്കറ്റും എല്ലാം ഇട്ടുകൊണ്ട് ഇതാരാന്ന് ഇവന്മാർക്ക് പിടികിട്ടിയില്ല. സ്തോത്രം. ഈ 10 ആട്ടിടയന്മാരോട് നിൽക്കുമ്പോൾ ജോസഫ് പറഞ്ഞു, നിങ്ങൾ ദേശം ഉറ്റുനോക്കാൻ വന്നതാണ്, ദേശത്തിൻ്റെ ദുർബല ഭാഗങ്ങൾ ഉറ്റുനോക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പരമാർത്ഥികളാണ്, ഞങ്ങൾ ഒരപ്പൻ്റെ മക്കളാണ്, ഞങ്ങൾ 12 പേരായിരുന്നു, ഒരുത്തൻ ഇപ്പോഴില്ല. അവനോടാണ് പറയുന്നത്. സ്തോത്രം. ഒരുത്തൻ ഇപ്പോഴില്ല, ഒരുത്തൻ വീട്ടിലുണ്ട്,
ഉടനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണോ എന്നറിയാനായിട്ട് നിങ്ങൾ ഒരുത്തനെ ഞാൻ കരുതൽ തടങ്കലിടുക. ശിമയോനെ പിടിച്ചകത്തിട്ടു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ശിമയോനെ പിടിച്ചകത്തിട്ടും വെച്ച് ബാക്കി 9 പേരുടെ കയ്യിൽ 9 യാ കരി കൊടുത്തു. 9 യാ കരിയും കൊണ്ട് ഇവന്മാർ പോകുന്ന പോക്ക് ഇവന്മാർക്കൊരു സ്വഭാവമുണ്ട്, വഴി വെച്ച് ചാക്കരിക്കും. നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സഭായം കഴിഞ്ഞ് പോകുന്ന പോക്കി നാരങ്ങാ വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും കയറുന്ന കടയിൽ കയറി ചാക്കരിക്കുമല്ലോ. ഇന്നത്തെ സംഘടനകൾ എനിക്കിട്ട് തന്നെ വെച്ചതാണ്. ഹലോ, ഈ ചാക്ക് വഴി വെച്ചരിക്കുന്ന പരിപാടി ഇന്ന് തുടങ്ങിയല്ല, അന്ന് തൊട്ടുണ്ട്. നീ ദൈവത്തെ ഓർത്ത് വഴി വെച്ച് ചാക്കരിക്കല്ലേ. ചാക്കഴിച്ചപ്പോൾ ഞെട്ടി, കാരണം ചാക്കിൻ്റെ വാതുക കാശിരിക്കുന്നു. ഈ യവന്മാരുടെ അകത്തോട് ആദ്യം കയറി. ഇപ്പം വരെ വിശപ്പേ ഉള്ളായിരുന്നു, ഇപ്പം മിസ്രൈമിലെ പോലീസ് വരുന്നുള്ള പേടിയാണ്. 10 ചാക്കിനകത്തിരിക്കുന്ന അരിയുടെ പേര് ഫോറിൻ അരി. പറഞ്ഞേ, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്ന അരി ഏതാ? ഫോറിൻ അരി. ഫോറിൻ അരി ഉണ്ടായിട്ടും വീട്ടിൽ കഞ്ഞി കുടിക്കാൻ ഇവന്മാർക്ക് ഒക്കുന്നില്ല, കാരണം ഇവന്മാരുടെ അകത്ത് പരവേശമാണ്. ഒത്തിരി വീട്ടിലും ഫോറിനരിയൊക്കെ വരുന്നുണ്ടെങ്കിലും സ്വസ്ഥതയോടെ കുടിക്കുന്നില്ലല്ലോ. കൈപൊക്കമൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇന്ന് രാത്രി കെട്ടെല്ലാം അഴിയണം. മനസ്സിലാകുന്നുണ്ടോ? എടാ, സ്വന്തം സഹോദരനെ 20 വെള്ളിക്കാശിനെ വിറ്റിട്ട് സഹോദരൻ്റെ വസ്ത്രം ഒഴിഞ്ഞു മാറ്റിയിട്ട് നട്ടാക്കെടുക്കാത്ത കള്ളവും പറഞ്ഞ് പൊട്ടക്കഞ്ചി ഇട്ടിട്ട് നീ ഫോറിനരി വന്നാലും കഴിക്കാനൊക്കത്തില്ല, സ്വസ്ഥത കിട്ടത്തില്ല. ഒരല്ലേലൂയ പറഞ്ഞേര്. ഈ രാത്രി ഇതെല്ലാം ദൂത ഏറ്റെടുത്തോണം കേട്ടോ. അല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അങ്ങനെ വന്നപ്പോൾ അവർ ചോദിച്ചു, എന്തിനാ ശിമോൻ? അത് ശിമയോനെ അവിടെ പൂട്ടിയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനി അരി കിട്ടണമെങ്കിൽ ബെന്യാമിനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞു. ഉടനെ ഇപ്പം പറഞ്ഞു, ഈ അപ്പം പറയുകയാണ്, ചത്താലും ബെന്യാമിനെ വിടത്തില്ല. ഓക്കെ, ഈ അരി തീരുന്നിടം വരെ നമ്മൾ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കും. എന്തോ തീരുമാനമൊക്കെയാ. വരുന്നൊരു വർഷക്കാലം കർത്താവ് ആയുസ്സും ആരോഗ്യം തന്ന, അങ്ങനെ പറഞ്ഞിപ്പോൾ 50 വർഷം ആയുസ് തന്നു. ഒരു 5 കാശിൻ്റെ ഗുണം സഭയ്ക്ക് നിന്നെക്കൊണ്ട് ഉണ്ടായിട്ടില്ലല്ലോ. ചുമ്മാ ആയുസ് ചോദിച്ചു മേടിക്കാച്ചാ, ഒരു ഗുണമില്ല. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. ഇങ്ങനെ ഇവൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 10 യാക്കിലെ അരി എന്ത് ചെയ്തു? തീർന്നു. എത്ര നിറച്ചു വെച്ചാലും തീരും, ഉണ്ടെന്നില്ല. തീർന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എന്നാൽ പിന്നെ ബെന്യാമിനെ കൂടെ കൊണ്ടുപോകും. കാരണം വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പം ബെന്യാമിനെ എന്ത് ചെയ്തു? വിട്ടു. ബെന്യാമിനെ കൊണ്ടുപോയി. ബെന്യാമിനെ കൊണ്ടുപോകുന്നിടത്ത് അപ്പൻ പറഞ്ഞു, യോസഫിനിക്ക് പോയി, ശിമയോൻ പോയി, ഇപ്പം ബെന്യാമീനും പോകുകയാണ്. ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ പോകും. പുള്ളി എന്ത് പറഞ്ഞാലും ഇപ്പോൾ പറയുന്നത് ദുഃഖത്തോടെ. പണ്ടൊക്കെ നമ്മളൊരു 100 വയസ്സ് കഴിഞ്ഞൊക്കെ ആയിരുന്നു പറയുന്നത്. ഇപ്പോൾ ഒരു 45 കഴിയുമ്പോഴേ പറയും, ഇനിയിപ്പോൾ അങ്ങനെ അത്ര നാൾ ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല, പിന്നെ പിള്ളേരെയും ബുദ്ധിമുട്ടിക്കുകയൊന്നും വേണ്ട, സമാധാനത്തോടെ അങ്ങ് പോയാൽ മതി, നമ്മൾ കാല് നീട്ടിക്കൊണ്ടിരിക്കുക. ഈ കൺവെൻഷനിൽ നീ തീരുമാനം മാറ്റണം. ദൈവം തന്ന ആയുസ് മുഴുവൻ ആരോഗ്യത്തോടെ നടക്കുമെന്നും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമെന്നും നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ. ബെന്യാമീനെ കൊണ്ടുപോയി. ബെന്യാമിനോട് ചെന്നപ്പോൾ ശിമയോനെ ജാമ്യം കൊടുത്തു. ഇപ്പം ശിമയോൻ സഹിതം 11 പേരും കൂടെ ചുറ്റും നിന്നു. 11 പേരും ചുറ്റും നിന്നിട്ട് യോസഫ് നടുക്ക് നിൽക്കുമ്പോൾ ഈ തലയെക്കെട്ട് കെട്ടി ബിതുക്കളായിട്ടുള്ള താടി വളർത്തി മുടി വളർത്തി കണ്ണുകുഴിഞ്ഞ ഈ വയറ്റിപ്പഴപ്പുള്ള ഇവന്മാർ 11 കൂടി ഇവൻ്റെ മുമ്പിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് കുനിഞ്ഞ് ഒരൊറ്റ നമസ്കാരം നമസ്കരിച്ചു. ഉടനെ ജോസഫ് അലറി ഒരു കരച്ചിൽ കരഞ്ഞത് മിസ്രൈം മുഴുവൻ കേട്ടു. ഇപ്പൊ കരഞ്ഞ് എന്തിനാണെന്നറിയാമോ? പൊട്ടക്കരഞ്ഞിട്ടിട്ടും വസ്ത്രം ഉരിഞ്ഞിട്ടും പൊത്തിപ്പേറിന്റെ ഭാര്യ അപമാനിച്ചിട്ടും കാരാഗ്രഹത്തിൽ കിടന്നിട്ടും 11 കറ്റകളും കൂടെ എന്റെ കറ്റയെ നമസ്കരിക്കുമെന്നുള്ള ആ വെളിപ്പാട് നിവർത്തിച്ചപ്പോൾ വിശ്വസിക്കുന്നവർ ആരാധിക്കാതിരിക്കല്ലേ. വാഗ്ദത്തം നിവർത്തിച്ചപ്പോൾ അവൻ അലറിക്കരഞ്ഞു. പോരെ പോരെ, ഇന്ന് രാത്രി നിന്റെ വാഗ്ദത്തം നിവർത്തിക്കും. ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. നോക്കി നിന്നെ അപമാനിച്ചവർക്കാങ്കേ ഇതിനകത്ത് ചില പോരുകൾ അഴിയട്ടെ. നിവർത്തിക്കപ്പെടത്തില്ലെന്ന് ദുഷ്ടപിശാച് വാദിക്കുന്ന ചില വാഗ്ദത്ത വിഷയങ്ങൾ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം നിവർത്തിക്കുകയാ. Praise the Lord. പതിനൊന്ന് കറ്റകളും എൻ്റെ കറ്റയെ, അതാണല്ലോ ഇവന്മാരുടെ അസുഖം. അവന്മാർ 11 കൂടെ ഇവൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ യോസഫ്
വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവത്തെ ഓർത്തിട്ട് പരിസരം മറന്നു, പദവി മറന്നു. താൻ പ്രൈം മിനിസ്റ്ററാണ്, വായ്പ മേടിക്കാൻ വന്നവന്മാരുടെ മുമ്പിലാണ് നിൽക്കുന്നത്, കാലിച്ചാക്കുമായിട്ട് വന്നവന്മാരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ താൻ അതെല്ലാം മറന്നിട്ട് ഒറ്റ അലറിക്കരച്ചില്ല. മിസ്രയീം മുഴുവൻ അത് കേട്ടു, ഫറവോന്റെ കൊട്ടാരം അത് കേട്ടു, പ്രധാനമന്ത്രിയുടെ റൂമിൽ നിന്നൊരു ഭയങ്കര കരച്ചിൽ. ആ രാജകൊട്ടാരത്തിലെ മുഴുവൻ പേര് ഓടി വന്ന് പ്രധാനമന്ത്രി ഒളിഞ്ഞു നോക്കുമ്പോൾ 11 കുനിഞ്ഞു നിൽക്കുന്നു, ഒരുത്തൻ നേരെ നിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂതനിക്ക് പറയാനുണ്ട്, വർഷം 25 കഴിഞ്ഞാലും, വർഷം 25 കഴിഞ്ഞാലും അഭിഷക്തന്മാർ ഏറ്റെടുത്തോണം. വർഷം എത്ര കഴിഞ്ഞാലും സ്വർഗം നിന്നെ കാണിച്ച ദൈവത്തിന്റെ ദർശനം നിവർത്തിക്കപ്പെടുവാൻ ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. ഓ കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇവരുടെ എല്ലാം ചാക്ക് നിറച്ചു. ബെന്യാമീനെ സഹിതം 11 പേരെ വിട്ടു. 11 പേരും കൂടെ വഴി ചെന്നപ്പോൾ പകുതി വഴി വെച്ച് പിന്നെ ഇവന്മാർ ചാക്കഴിച്ചു. സ്തോത്രം. ഹലോ, നമ്മളെത്ര ദൂത് കേട്ടാലും ആ പാരമ്പര്യം നിർത്തത്തില്ല. സ്തോത്രം. എന്നേരം തീരുമാനമൊക്കെ എടുത്താലും അന്നും അവന്മാരെന്ത് ചെയ്തു? പകുതി വഴി വെച്ച് ചാക്കഴിച്ചു. ചാക്കഴിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഇന്നാളത്തേന് അത് പൈസയേ ഉള്ളായിരുന്നു, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പാനപാത്രം വരെ അതിനകത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എടാ, ഒരു കള്ളം പറഞ്ഞ് നീ വിജയിച്ചാൽ നിന്നെ കൊണ്ട് ഏത്തമിടിയിപ്പിക്കുന്ന പണി ദൈവത്തിനറിയാം. സ്തോത്രം പറഞ്ഞില്ല എല്ലാവരും? പിന്നെ നിന്നെ ഇരുത്തി കിടത്തി നിർത്തിയും കണക്ക് പറയിപ്പിക്കും. ഈ ദൈവം ആരാന്ന് നിനക്കറിയാമോ? ഹല്ലേലൂയ. എൻ്റെ അച്ഛൻ കഴിഞ്ഞ 39 വർഷമായി ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തെ പോലെ ഇരുത്തിയും നിർത്തിയും കണക്ക് പറയിപ്പിക്കുന്ന ഒരുത്തൻ ഭൂതലത്തിൽ വേറെയില്ല. ഇന്ന് രാത്രി അവൻ നിന്റെ ദൈവമാ. നീ വിശ്വസിച്ച് പറഞ്ഞേ, എൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട്. ഓ, നേരത്തെ വിചാരിച്ചത് ഇപ്പൊ സംഭവിച്ചു. അന്ന് ഈ 9 കരുതി ഇരുവോളം പോലീസ് വരും എന്ന് വിചാരിച്ച് കഴിച്ചെങ്കിലും ഇന്നിപ്പോഴത്തെ പാതി വഴി കഴിച്ചപ്പോഴേ പോലീസ് വന്നു. സ്തോത്രം. തെളിവ് സഹിതം പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. തൽക്കാലമൊക്കെ നീ രക്ഷപ്പെടും, പക്ഷെ പിടിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. സമയം പോകുന്നല്ലോ, വിവരിക്കുന്നില്ല. പിള്ളേർ വീട്ടിൽ ചെന്നു. ഒന്നിച്ചൊരു പന്തിഭോജനം നടത്തി കേട്ടോ. ആദ്യം 20 കാശിനെ വിറ്റ് കഴിച്ച് ഇവന്മാർ ജോസഫിൻ്റെ ഡൈനിങ് ടേബിളിൽ നിന്ന് ശരിക്കും പ്രധാനമന്ത്രിയുടെ ആഹാരം കഴിച്ചു. സ്തോത്രം. അത് KFC ആണോ മാക്ഡോവലാണോ നമുക്കറിയത്തില്ല, എന്തായാലും ഫോറിൻ ഫുഡാണ്. നമ്മളിവിടെയൊക്കെ അതിൻ്റെ ബോർഡേ കാണുന്നില്ല, അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളിതൊക്കെ കഴിക്കുന്നത്. പറഞ്ഞു. പിന്നെ പ്രൈം മിനിസ്റ്റർ റൂമിൽ ഇരുന്നുകൊണ്ട് ശരിക്കും ഒരു ആഹാരമൊക്കെ കഴിച്ചിട്ട് ജോസഫ് തന്നെ വെളിപ്പെടുത്തി പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ച് വീട്ടിൽ ചെന്ന് യാക്കോബ് പറഞ്ഞു, യാക്കോബേ, നിന്റെ മകൻ ജോസഫ് മരിച്ചിട്ടില്ല. ഇവന്മാരല്ലേ നേരത്തെ വന്ന് പറഞ്ഞ മരിച്ചെന്ന്? മിണ്ടുന്നില്ല. 24 വർഷം മുമ്പേ ഈ അപ്പനോട് ഇവന്മാരല്ലേ പറഞ്ഞ മരിച്ചെന്ന്? ഇപ്പോൾ അവന്മാർ വന്ന് പറയാം മരിച്ചിട്ടില്ല. മരിച്ചെന്ന് പറഞ്ഞത് ഇവന്മാരാ? പാറ ഒരല്ലേ പറയണം. പിന്നെ ഇതൊക്കെ നിന്ന് വിവരിക്കേണ്ട അച്ഛാ. എനിക്കങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് നിൽക്കുക. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരിച്ചെന്ന് പറഞ്ഞവരുടെ വാഗൊണ്ട് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അച്ഛാ, നമ്മൾ ഇന്ന് മാട്ടിടയന്മാരായിട്ട് ഇങ്ങനെ 3 ആടിനെയും പിടിച്ചുകൊണ്ട് നടക്കുകയാ. കറുത്തതുണ്ടോ വെളുത്തതുണ്ടോ പുള്ളിയുണ്ടോ എന്നൊക്കെ നോക്കി. അവൻ പ്രൈം മിനിസ്റ്റർ അച്ഛാ. സ്വതന്ത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. അയ്യോ, നമ്മൾ നിന്നിച്ചെങ്കിലും ദർശനമുള്ളവനെ സ്വർഗം കൈവിട്ടില്ല. അവൻ ഇന്ന് രാത്രി പ്രൈം മിനിസ്റ്റർ. നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുന്ന ഒരു ദൈവമുണ്ട്. ഇത് കേട്ടപ്പോ 25 വർഷം ഒരു കാര്യം പറഞ്ഞ അപ്പം കരച്ചിൽ മാറ്റി. ഉടനെ അപ്പം പറയണം, ഞാൻ പോകും, ഞാൻ മിസ്രൈമിൽ പോകും, ഞാൻ അവിടെ ചെന്ന് എന്റെ മകനെ കാണും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇന്നലെ വരെ ഈ വെല്ലിപ്പ കരഞ്ഞത് ഞാൻ പാതാളത്തിൽ പോകും.
മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പാതാളത്തിൽ പോകുമെന്ന് പറഞ്ഞവനെ കൊണ്ട് പറയിപ്പിച്ചു. പാതാളത്തിലല്ല, ഞാൻ മിസ്രൈമിൽ പോകും, ഞാൻ അവിടെ ചെന്ന് ചത്ത മോനെയല്ല ജീവനുള്ള എന്റെ മകനെ കാണും. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണു തിരുമ്പി അടയ്ക്കും മുമ്പേ നിവർത്തിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആഴത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ ദുഷ്ടപിശാച് വിതച്ച സകല പോഷ്കിന്റെ ശക്തികളെ ഇന്നത്തെ ആത്മാവ് അഴിച്ചു മാറ്റിയിട്ട് Praise the Lord. യോസഫ് രഥം അയച്ചു. 72 പേർക്ക് ഒന്നിച്ച് ഫാമിലി വിസ കിട്ടിയ ഒറ്റ കേസേ ഉള്ളൂ. മറ്റവരൊക്കെ ഘട്ടം ഘട്ടമായിട്ട് പോയതാണ്. ഇത് ഒറ്റയടിക്ക് വീട്ടിലെ തൂത്തുവാരി എല്ലാത്തിനെയും കൂടെ. അല്ലേ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പരിപാടി തുടങ്ങിയ ആര് തടഞ്ഞാൽ തന്നെ സ്തോത്രം. കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് നേരിട്ട് ഫ്ലൈറ്റ് അയച്ചു. അന്നത്തെ രഥം സ്തോത്രം പറ. ഇവർക്ക് വേണ്ടി മാത്രം ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ്. ഇന്നിപ്പോൾ അത് പറയുന്നല്ലേ എളുപ്പം, രഥമെന്നൊക്കെ പറഞ്ഞതിനെക്കാട്ട് സ്തോത്രം. അവിടെ ചെന്നിട്ട് ഈ ലേയായും യാക്കോബും ഈ 11 പിള്ളേരും കൂടെ ഈ പുള്ള മുമ്പിൽ ഇങ്ങനെ നിപ്പ് തന്നു സ്തോത്രം. അപ്പം യോസഫ് രണ്ടാമത് കരഞ്ഞു. സൂര്യനും ചന്ദ്രനും മനസ്സിലാകുന്നുണ്ടോ? എനിക്കിതങ്ങോട്ട് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ റൂമിനകത്തിരുന്ന് അറിയാതെ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ഇന്നത്തെ വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ ദൈവത്തെ സ്തുതിച്ചോണം. നിന്ദിച്ചവരുടെ നടുവിൽ, അപമാനിച്ചവരുടെ നടുവിൽ, കുറ്റം പറഞ്ഞവരുടെ നടുവിൽ നിന്നെ ആദരിച്ചുയർത്തുന്ന ഒരു സ്വർഗ്ഗം ഈ രാത്രിയുണ്ട്. ചേർന്നൊന്ന് കരമടിച്ച് ആരാധിച്ചു. ഇന്നൊരു വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി 10 മിനിറ്റ് പോയാലും കുഴപ്പമില്ല. നീ ശരിക്കൊന്ന് ആരാധിച്ചോ ഇന്ന് രാത്രി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് കരഞ്ഞത് മകനെ ചൊല്ലിയ, പക്ഷേ യോസഫ് കരഞ്ഞത് വാഗ്ദത്തങ്ങൾ 1, 2 എന്ന ക്രമത്തിൽ നിവർത്തിക്കപ്പെടുന്നത് കണ്ട. ഇന്ന് രാത്രി അല്പം വൈകിയാലും നിന്റെ കൺമുമ്പിൽ ദൈവം ചിലതൊക്കെ നിവർത്തിക്കാൻ പോകുകയാ. എത്ര വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഈ സ്വർഗം ചിലതൊക്കെ ഇന്നലകളിൽ പറഞ്ഞത് ദൈവം നിവർത്തിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. കരമുയർത്തി നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുകയോ. അപ്പൊ ഈ അപ്പനൊക്കെ വന്നപ്പം പ്രധാനമന്ത്രിക്ക് ഭയങ്കര സന്തോഷമായി. ഫറവോൻ അറിഞ്ഞു ഈ യോസഫിന്റെ ഫാമിലി എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അവരെ കാണാൻ വേണ്ടി ഫറവോൻ ഇങ്ങോട്ട് വന്നു. സ്വതന്ത്രം പറഞ്ഞ് നമ്മളൊക്കെ ആണെങ്കിൽ അപ്പോയിൻമെന്റ് എടുത്ത് ഡൽഹിയിൽ അങ്ങോട്ട് ചെല്ലണം. പക്ഷേ വാഗ്ദത്ത നിവൃത്തിയുടെ മുമ്പിൽ ഫറവോൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ യാക്കോബ് നിൽക്കുന്നു. യാക്കോബിനെ നോക്കിയപ്പോൾ നല്ല പ്രായമുണ്ട്. ഈ 10-25 വർഷം കരഞ്ഞത് കൊണ്ട് അതിൻ്റെ ഒരു മുഖഷേപ്പുണ്ട്. ഹലോ, ഈ കരഞ്ഞോനെ കാണുമ്പോൾ അറിയാവുന്നേ. പ്രൈസലോ. പിന്നെ കരഞ്ഞോൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം. അവൻ്റെ ആ മൂക്കേലും ആ കണ്ണിൻ്റെ അവിടെയും എല്ലാം ഒരു കറുത്ത പാട് കാണും. പ്രൈസലോ. മനസ്സിലാകുന്നുണ്ടോ? ഈ മിസ്രൈമിനുടെ പാരമ്പര്യം ഞാൻ പഠിച്ചപ്പോഴേ ഒരു 55-60 വയസ്സിനകത്തെല്ലാം തട്ടിപ്പോവും. പറവന്മാരെല്ലാം അത്ര ചെറിയ ആയുസാലും. പക്ഷേ ഈ പുള്ളിയെ കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു 100-150 വയസ്സ് കാണും. അതുകൊണ്ടാണ് പുള്ളി ചോദിച്ചത്, യാക്കോബേ നിനക്കെത്ര വയസ്സായി? നമുക്കിഷ്ടമില്ലാത്തൊരു ചോദ്യം. സ്തോത്രം. എന്നോട് കാണുന്നവരൊക്കെ പറയും ചോദിക്കുക 75 ഒന്ന്. ഈ ചാടുന്ന കാണുമ്പോൾ അവർക്കൊരു സംശയം, 75 പുള്ളി എങ്ങനെ ചാടുന്നതെന്ന്. ഹലോ, ചാടുവല്ലെന്ന് ചാടിപ്പിക്കുകയല്ലേ. രാവിലെ 40 വൈകിട്ട് 40 80 യൂണിറ്റൊക്കെ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അതെല്ലാം ഈ മനുഷ്യരീരത്തിനാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ ഇപ്പോഴും 33 നിൽക്കുകയാണ്. പിന്നെ സ്വതന്ത്രം പറയണം, നിന്റെ അകത്തെ മനുഷ്യന് സോക്കേട് പിടിക്കല്ലേ.
ഷുഗർ വരല്ലേ, പ്രഷർ വരല്ലേ, കൊളസ്ട്രോൾ വരല്ലേ, കോവിഡ് വരല്ലേ. അകത്തെ മനുഷ്യൻ ഇങ്ങനെ നിൽക്കണം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ഒരു പടയാളിയെ പോലെ തോന്നും. സ്വതന്ത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കണേ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം ഇപ്പോൾ 137 സംവത്സരങ്ങളാണ്, പക്ഷെ എൻ്റെ പിതാക്കന്മാരോളം ആയിട്ടില്ല. നോക്കി, ഒറ്റ ദിവസം കൊണ്ട് ട്യൂണ് മാറി. ഇന്നലെ വരെ ഈ വല്യപ്പൻ കരഞ്ഞത്, ഞാൻ പോകും, ഞാൻ പാതാളത്തിൽ പോകും, ഞാൻ ചാകും, എൻ്റെ ചത്ത കൊച്ചിനെ അവിടെ ചെന്ന് ഞാൻ കാണും. ഹലോ, ഇപ്പം പുള്ളി പറഞ്ഞു എൻ്റെ ആയുസ് ഇത്രയൊന്നും ആയിട്ടില്ല, വല്യപ്പന്മാർക്ക് കുറച്ചുകൂടെ ആയുസ് ഉണ്ടായിരുന്നു. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ വരെ ചാകുമെന്ന് പറഞ്ഞാൽ പറയാണ്, ഉടനെയെങ്കിലും ഞാൻ ചാകത്തില്ലെന്ന്. അല്ലല്ലോ പറഞ്ഞേ, എടാ, വാക്തത്വ നിവർത്തി കാണുമ്പോൾ നിന്റെ അകത്ത് ഒരു തേജസ് വെളിപ്പെടണം, ഒരു ചൈതന്യം ഉണ്ടാകണം. ഇതിനകത്ത് എല്ലാവരും സ്വത്രം പറഞ്ഞാട്ട് നിന്റെ അകത്ത് ഇന്ന് രാത്രി ആത്മാവിന്റെ ചൈതന്യം വെളിപ്പെടണം. മൂന്നാമത്തെ ഏറ്റവും വലിയ കരച്ചിൽ ഹന്നയുടെ കരച്ചിലാകട്ടോ. ഹന്ന കരയെന്ന് കണ്ടപ്പോൾ കെട്ടിയോൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ കരയുന്നത്? ഈ ഉപവാസം ഒന്നും പുള്ളിക്ക് അറിയത്തില്ല. അതുകൊണ്ട് പുള്ളി, നീ എന്തിനാ പട്ടിണി കിടക്കുന്നത്, നീ എന്തിനാ വ്യസനിക്കുന്നത്? അവൾ കരയുന്നത് ഇല്ലാത്ത തലമുറയ്ക്ക് വേണ്ടിയാ. യാക്കോബ് കരഞ്ഞു ഉള്ള തലമുറയ്ക്ക് വേണ്ടിയാ. ഇന്ന് രാത്രി ഉള്ള തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞാലും ഇല്ലാത്ത തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞാലും മറുപടി തരുന്നവരോട് വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അന്ന കരഞ്ഞത് ദേശത്ത് ആരാധന ഇപ്പൊ ഇല്ല. സ്തോത്രം. എന്തോ ഇല്ല? ആരാധനയില്ല, വചനമില്ല, വചനം ദുർലഭമായി, ദർശനമില്ല, നിത്യം കത്തന്റെ വിളക്ക് കെട്ടുപോയിക്കൊണ്ടിരിക്കുക. വിശ്വാസികള് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ദശാംശമായി കൊണ്ടുവന്നാലേ വിളക്ക് കത്തും. ഈ ഏലി ഇതൊന്നും ചോദിക്കുന്നത്, ദശാംശം ചോദിച്ചാൽ വിശ്വാസം മുഷു മേടിക്കണ്ട, ഞാൻ ചോദിച്ചില്ലെങ്കിൽ എൻ്റെ ശമ്പളം എൻ്റെ കിട്ടും. അത് നമ്മളായിട്ട് ഇതിനെ മുഷു ഉണ്ടാക്കുന്ന 3 വർഷം അല്ലെ 5 വർഷം കിട്ടുന്നത് കൊണ്ട് നമുക്ക് പോയേക്കാന്ന് വെച്ചാൽ ഈ ഏലി എന്ത് ചെയ്യത്തില്ല, മിണ്ടുന്നില്ല. ഏലി ദശാംശം ചോദിക്കത്തില്ല. അതുകൊണ്ട് വിളക്കെല്ലാം എന്ത് ചെയ്തു, നേരത്തെ കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ആലയത്തിൽ വരേണ്ട നന്മ ചോദിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരണം. നീ കൊടുക്കാതെ വെച്ചോണ്ട് വെച്ചോടി കൊണ്ട് വലിയൊരൊന്നും കൊടുക്കരുത്. എല്ലാം ആലയത്തിൽ വരണം. ദശാംശം കർത്താവിനുള്ള. സ്വതന്ത്രം പറഞ്ഞ് അതുകൊണ്ട് നിങ്ങളുടെ ആ കയ്യടിയെല്ലാം പോയല്ലോ. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നത് മാത്രം ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ആലയത്തിലെ വിളക്കെന്ത് ചെയ്തു, കെട്ടു. ഇതിനെ ഓർത്തൊന്ന് കരയാൻ സഭയിൽ ആരുമില്ല. അപ്പൊ തമ്പുരാൻ ഒരു സ്ത്രീക്ക് വ്യസനം കൊടുത്തു. നോക്കി, അവക്കൊരു സ്പെഷ്യൽ വിഷയം. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അപ്പുറത്തെ മുറി കിടന്നുകൊണ്ട് ഈ പിള്ളേരെ എല്ലാം കൊണ്ട് കരയിപ്പിക്കും. ആര്? പിന്നെ അവൾ ആണ്ടിലാണ്ടി പ്രസവിക്കുക. അപ്പം നെല്ലിക്കച്ചാക്ക കഴിച്ച പോലെ പിള്ളേർ മുറിയിലുണ്ട്. അപ്പം ഇതുങ്ങളെല്ലാം കൊണ്ട് ഉള്ളി കരയിപ്പിക്കും. എന്താണെന്നറിയാമോ? ഇവിടെ പ്രാർത്ഥന കുഴപ്പണം. സ്വതന്ത്രം. അപ്പം ഇവളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഷിങ്ങുക, വ്യസനിക്കുക, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരാളെ ആക്കിയേക്കാം വീട്ടിൽ. ആരിലും ഉണ്ടേ ഓർത്തോണം, നിന്നിക്കൂടെ കർത്താവ് ഏതാണ്ട് ചെയ്യാൻ പോവാം. കാരണം കൂടാതെ മുഷിപ്പിക്കുന്ന, വ്യസനിപ്പിക്കുന്ന ആരെങ്കിലും നിന്റെ കൂടാരത്തിലുണ്ടെങ്കിൽ ഓർത്തോണം, അതിൻ്റെ മുമ്പിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവൾ ആലയത്തിൽ പോകുമ്പോഴൊക്കെ അവൾ അങ്ങനെ ചെയ്തു വന്നെന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ അവളെ നോക്കുന്ന ഇവൾ എന്നാ പള്ളിയിൽ പോകുന്നത് അന്ന് വിഷയം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ വിവരിച്ചാൽ നമ്മുടെ യോഗ ഇടയ്ക്ക് നിർത്തേണ്ടി വരും. അവിടെ ഞാൻ മുന്നോട്ട് പോവാം. യോഗത്തിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വടക്കുണ്ടാക്കുന്ന ആളുണ്ടച്ചാ. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര കയ്യടിയും തന്നെ താനിടിയെല്ലാം നടത്തുകയും ചെയ്യും. തമ്മി മിണ്ടാത്ത എത്ര പേരുണ്ടെന്നറിയാം. ആ വീട്ടിൽ യോഗം വെച്ചാൽ നീ ഇതുവരെ പോത്തില്ല. നിന്റെ വീട്ടിൽ യോഗം വെച്ചാൽ അവരുമൊട്ട് വരത്തില്ല. രണ്ടുപേരും സ്വർഗത്തിൽ പാനിരിക്കുകയുമാണ്. ശൂന്യമായി കിടന്നാലും പോത്തില്ല. ഇന്ന് രാത്രി വിളച്ചിലെല്ലാം നിർത്തിയിട്ട് മര്യാദയ്ക്ക് രക്ഷിക്കപ്പെട്ടോണം. പിന്നെ ബെന്തിക്കോസുകാരൻ രക്ഷിക്കപ്പെടേണ്ട സമയമാണിത്. അതിനുവേണ്ടിയാണ് ഈ കോവിഡ് എല്ലാം വന്നേക്കുന്നത്. ദൈവത്തെ സേവിക്കാറ് സന്തോഷമുണ്ട്. കൈയടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേര്. ഹല്ലേലൂയ. ഇതൊക്കെ പറയാൻ ഞങ്ങളെപ്പോലുള്ള കുറേ പോഷന്മാർ വേണ്ടേ? കാലസമ്പൂർണതയിൽ, കാലിത്തൊഴുത്തിൽ, കന്യക മറിയാമലോട് എന്നൊക്കെ പറയേണ്ട ആളുകൾ വരണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാ, പുള്ളിക്ക് സന്തോഷമാണ്.
ഇതൊക്കെ പറഞ്ഞ എന്നെപ്പോലെ ഈ 11 മണിക്ക് വേലിക്കരികെന്ന് വിളിച്ച പുള്ളികൾ വരണം. എന്നെ അച്ഛാ വീട്ടിൽ നിന്നൊന്നും വിളിച്ചതല്ല, ഈ കസാറയിൽ ഇരിക്കാൻ ആളില്ലാതെ വന്നുള്ള തമ്പുരാ പറഞ്ഞ ആ ചന്തസ്ഥലത്ത് മെനക്കെട്ട് ഇങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിതൊക്കെ പറയും. സ്വതന്ത്രം പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടല്ലോ. അന്ന കരഞ്ഞു. പുരോഹിതൻ വിചാരിച്ചു ഇവളെ പകൽ വീഞ്ഞു കുടിച്ച് മത്തായിരിക്കുകയാണ്. കാരണം പുള്ളിയുടെ കണ്ണിൻ്റെ കാഴ്ചയെല്ലാം പോയി. ഞാൻ ഈ ദിവസങ്ങളാണ് അത് പഠിച്ചത്. ഈ പിള്ളേർ ഇതിൻ്റെ വഫ ഉരുകി മാറുന്നതിന് മുമ്പേ, നെയ്യ് ഉരുകുന്നതിന് മുമ്പേ പച്ചമാംസം കുത്തിക്കൊണ്ട് പോകും. എന്നിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും നല്ല മുന്തിയ പന്ത് ആർക്ക് കൊണ്ട് കൊടുക്കും? ഏലിക്കൊണ്ട് കൊടുക്കും. ഏലി നെയ്യ് കൂട്ടി തിന്ന് പുള്ളി സ്ഥൂലിച്ച ശരീരം എഴുതിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ ആദ്യം വിചാരിച്ച് ക്ഷമിക്കണം വണ്ണം കുറഞ്ഞതെന്ന്. പക്ഷേ പിന്നെ ഡിക്ഷണറി നോക്കിയപ്പോൾ ആ തടിച്ചവനാണെന്ന് മനസ്സിലായി. അപ്പം പുള്ളി ഇരുന്നിരുന്ന് കസാറയിലൊരു വലിയ സംഭവമായിട്ട് അങ്ങ് മാറി. ഈ പിള്ളേർ ഈ മുപ്പല്ലിയെ കുത്തി കൊടുത്ത് എല്ലാം കൂടെ തിന്ന് അങ്ങ് പുള്ളി ഒരു സൈസായി. ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. ഇനി എന്തെങ്കിലും ഇന്നിച്ച കസാറ കൊണ്ട് മറിയുമല്ലാതെ നിങ്ങളല്ലേ പറഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. പുള്ളിയെ ഇരുന്നിടത്തിരുന്ന് പിള്ളേർ കൊടുക്കുന്നത് തിന്ന് പിള്ളേരെ വഴക്കും പറയത്തില്ല. പിള്ളേർ എന്നോ കാണിച്ചാലും വഴക്ക് പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പിള്ളേരെ ആലയത്തിൻ്റെ വാതിൽക്ക വെച്ച് തന്നെ ഞങ്ങൾ പാവം തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? എടാ, ദൈവം മക്കൾക്ക് യോജിക്കാത്തത് കണ്ടാൽ സാഹസിച്ചോണം. കൂടി വന്നാൽ കട്ടപ്പനയ്ക്കോ നിലമ്പൂരിനോ മാറ്റും. അതിനപ്പുറത്തൊന്നും ചെയ്യത്തില്ലല്ലോ. നിലമ്പൂരും കേരളമാണ്, കട്ടപ്പനയും കേരളമാണ്. ഞാനിവിടെ എല്ലാം പോന്ന. ഞാൻ ശനിയാഴ്ച രാത്രി കണ്ണൂർ പ്രസംഗിച്ചിട്ട് രാത്രി വന്നിട്ട് ഞായറാഴ്ച രാവിലെ സഭായോഗം നടത്തുന്നുണ്ട്. കണ്ണൂരാന്ന് പറഞ്ഞ് പോകാതിരിക്കത്തൊന്നുമില്ല. ഒരു സഹോദരൻ പറഞ്ഞ് ആദ്യം വിളിച്ച് ആരാണോ അവിടെ പോകും. അത് കണ്ണൂരായാലും പോവും, കാസർഗോഡായാലും പോവും. തിരിച്ച് ആ രാത്രി വന്നും വെച്ച് ഞായറാഴ്ച സഭായോഗം നടത്തും. അപ്പോൾ ഇതെല്ലാം കേരളമാണ്. സഹോദരൻ പറഞ്ഞ് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇതിങ്ങനെ വാല് പോലെ കിടക്കുന്നതേ ഉള്ളൂ. 14 ജില്ലയും കൂടെ നീട്ടിയിട്ടിരിക്കുക. നമ്മളത് സൂക്ഷിച്ച് നോക്കാമെങ്കിൽ പടം വരയ്ക്കാമെങ്കിൽ കൈപ്പം പാവയ്ക്ക പോലെ കിടക്കും. കേരളത്തിൻ്റെ പടം കണ്ടുണ്ടോ? അതിനകത്തുള്ള മുഴുവൻ പേരുടെ സ്വഭാവമാണ് ആ രീതി. പ്രൈസ് ദി ലോർഡ്. വിടുക. ഹന്ന കരഞ്ഞു. ദൈവം അവിടെ കരച്ചിൽ കണ്ടു. സ്തോത്രം. ഒരു ശൗമേലിനെ എഴുന്നേൽപ്പിച്ചു. ദാൻ മുതൽ ബെർശേബ വരെ അവൻ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി മാറി. ഇതിനകത്ത് നീ ഒന്ന് കരയാമെങ്കിൽ ഈ ഇരിക്കുന്നതിനകത്ത് പ്രവാചകന്മാരുണ്ട്, ഇതിനകത്ത് പ്രവാചികന്മാരുണ്ട്. നീ എല്ലാ MBBS IAS ആകാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവ് ഒന്നിനെയെങ്കിലും നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി വേർതിരിക്കാൻ പ്രാർത്ഥിക്കണം. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നോക്കിയേ, തലമുറ ശക്തനായി വന്നിട്ട് അവൻ ആദ്യം കിടന്നത് വിളക്കണയുന്നതിന് മുമ്പാണ്. വല്യപ്പൻ വിളക്കണഞ്ഞത് കാര്യമാക്കിയില്ലെങ്കിൽ കൊച്ചിയർക്കൻ വിളക്കണയാതെ കാത്തു കിടന്നു. തമ്പുരാന് മനസ്സിലായി ഇവന് കരുതലുള്ളവനാ. അവനെ രാത്രി 4 പ്രാവശ്യം വിളിച്ചു. ഇന്ന് രാത്രിയിൽ നിന്റെ ഉള്ളിൽ ആലയത്തിന്റെ വിളക്ക് കെടാതിരിക്കാൻ ഒരു ചെറിയ താല്പര്യം വന്നാൽ സ്വർഗം നിന്നെ പേര് ചൊല്ലി വിളിക്കും. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അവൻ വിളി കേൾക്കുന്നത് വരെ 4 പ്രാവശ്യം അവനെ വിളിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം നിർത്തട്ടെ. ഹല്ലേലൂയ. ദാവീദ് കരഞ്ഞു. ദാവീദ് 2 പ്രാവശ്യം കരഞ്ഞു. ഒന്നാമത്തെ കരച്ചിൽ രാവിലെ കിരീടമൊക്കെ എടുത്ത് വെച്ച് തലയെ വെച്ച് ചെരുപ്പൊക്കെ ഇട്ട് രാജവസ്ത്രമൊക്കെ ധരിച്ച് പുള്ളി ഇങ്ങനെ കസാറ ഇരിക്കാൻ ചെല്ലുമ്പോൾ കസാറ ചെറുക്കനിരിക്കുന്നു. ഈ ചെറുക്കനെ കാണാൻ ഭയങ്കര ഷോയാണ്. കാരണം ഇവൻ്റെ മുടി ഒരഴക. സ്തോത്രം. ഇവൻ്റെ മുടി കാണണേ കാശ് കൊടുക്കണം. അപ്പോൾ ഇവൻ രാവിലെ കൂടുതൽ സമയം ആരാധനയ്ക്ക് വരുമ്പോൾ ഈ കണ്ണാടിയുടെ മുന്നിലാണ്. എന്നിട്ട് അവൻ ബാഗിനകത്തൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ ഹോളിലോട്ട് കയറാൻ നേരത്തെ അവൻ എന്ത് ചെയ്യും? തൃപ്തി വന്നില്ലേ ബാത്റൂമിൽ കയറി ഒന്നുകൂടെ കണ്ണാടി നോക്കും. പകുതി സമയം ഇവൻ്റെ തലമുടിക്ക് വേണ്ടി ചിലവാക്കുക. നീ കർത്താവിനെക്കാട്ടി കൂടുതൽ ഏതിനെ സ്നേഹിച്ചാലും അതൊരു കരുവേലത്തെ കുരുങ്ങും. സ്തോത്രം പറഞ്ഞില്ല. നീ കർത്താവിനേക്കാൾ അധികം എന്തിന് വില കൊടുക്കുമോ അത് ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ കുരുക്കും.
സ്വതന്ത്രം പറഞ്ഞേര്. അതുകൊണ്ട് നീ അതിനെ ഒന്നും അധികം സ്നേഹിക്കല്ലേ. നീ സ്നേഹിക്കുകയാണെങ്കിൽ കർത്താവിനെ സ്നേഹിച്ചോണം. ഞാൻ ആ ഭാഗം വിടട്ടെ. അല്ല, ഇവൻ കയറി കസാറയിരിക്കുന്നു. ഇരുന്നെന്ന് മാത്രമല്ല, അവൻ അരയ്ക്കുന്ന വാൾ ഊരി ദാവീദിനെ വെട്ടാൻ തുടങ്ങുന്നു. ഇത് കണ്ടപ്പോൾ ദാവീദ് ഒറ്റ ഓട്ടം, ഊരിയിട്ട ചെരുപ്പിടാൻ മറന്നുപോയി. ഹല്ലേലൂയ. ഈ ഓടുന്നത് ദാവീദാന്ന് അറിയാതിരിക്കാൻ തലയിൽ കൂടെ ഒരു തുണിയിട്ടു. എന്നിട്ട് താൻ ഓടിയ കൂട്ടത്തിൽ കുറച്ച് പാവങ്ങളും കൂടെ ഓടി. ആ ഓട്ടം ഓടി അല്ല കേരിയതോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറി താൻ ഓടിപ്പോകുമ്പോൾ ഒരു ശിമയി റോട്ടിൽ നിൽക്കുന്നു. അവൻ ഈ ശൗലിൻ്റെ മച്ചുണ്ണനാ. എല്ലായിടത്തും ബന്ധമുണ്ടല്ലോ. ഉണ്ടെന്നില്ല. പ്രൈസലോ. ഇവൻ ശൗലിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാ. അതുകൊണ്ട് ഈ ദാവീദ് ഓടുന്നത് കണ്ടപ്പോൾ പുള്ളിക്കൊരു സന്തോഷം വന്നു. മാത്രമല്ല, പുള്ളി രണ്ട് കയ്യിലും കൂടെ മണ്ണ് വാരിയിട്ട് ഈ ദാവീദിന് നേരെ ഒറ്റ ഏറെറിഞ്ഞു. എന്ന് പറഞ്ഞ് ദുഷ്ട, നീച, രക്തപാതക, പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമ്പോൾ യോവാബിന് കോപം വന്നു. യോവാബ് പറഞ്ഞു, യജമാനനെ, ഈ ചത്ത നായെ ഞാൻ വെട്ടിക്കളയട്ടെ. വാളൂരിയപ്പം ദാവീദ് പറഞ്ഞു, വെട്ടല്ല്. ഒരല്പസമയത്തേക്ക് എന്നെ ശപിച്ചോളാൻ ദൈവം അവനോട് പറഞ്ഞേക്കുക. ഈ രാത്രി എല്ലാവരും ഏറ്റെടുക്കണം. ഒരല്പസമയത്തേക്ക് എന്നെ ശപിക്കാൻ ദൈവം അവനോട് പറഞ്ഞേക്കുക. പക്ഷേ ഈ ശാപമെല്ലാം നാളെ എനിക്ക് പറയില്ലാരും അനുഗ്രഹമാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈയിടെ ഈ രണ്ട് വസ്തുക്കളുടെ അതിരിന് നിൽക്കുന്ന ഈ ഇടത്തൊണ്ടി എന്ന് പറഞ്ഞൊരു തേക്കുണ്ട്. വലിയ തേക്ക. ഒരു 3-3.5 ലക്ഷം രൂപ കിട്ടുന്ന ഒറ്റ സൈസ് തേക്ക് നിൽക്കുക. അപ്പോൾ ഈ അപ്പച്ചൻ വീട്ടിലെ ഈ ഇച്ചിരി സ്വത്തുള്ള 10-20 ഏക്കർ സ്ഥലമെല്ലാം ഉള്ളതാണ്. ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അമേരിക്കയില. അപ്പോൾ ഈ അപ്പച്ചനെ വയ്യാതായപ്പോൾ ഈ മോനെ അമേരിക്കയെന്ന് അപ്പച്ചനെ കാണാൻ വേണ്ടി വന്നിട്ട് അപ്പച്ചൻ്റെ കാലിങ്ങനെ തിരുമ്പിക്കൊണ്ടിരിക്കുക. അവനെന്നും ഭാര്യ വീട്ടിൽ പോലും പോകാതെ അപ്പച്ചനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ആകെ 30 ദിവസമുണ്ട്. എന്നാൽ പിന്നെ അപ്പച്ചനെ ശുശ്രൂഷിക്കാൻ വീട്ടിലിരിക്കുക. ഇങ്ങനെ കാലം എണ്ണയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു മരം വീഴുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഇവനെ ഓടി ഇറങ്ങി എന്താ നോക്കാൻ ചെന്നപ്പോൾ തൻ്റെ അതിരെ നിൽക്കുന്ന ഈ വലിയ തേക്ക് വെട്ടിയിട്ടിരിക്കുന്നു. ഇവന് ഭയങ്കര കോപം. ആരോട് ചോദിച്ചിട്ടാണ് വെട്ടിയെന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ ബഹളം ഉണ്ടാക്കി. മറ്റവൻ്റെ ഈ കോടാലിരിക്കുക. ഇവൻ ഭയങ്കര ബഹളം. അപ്പോൾ അപ്പനെ പതുക്കെ ഈ സ്ട്രെച്ചറെ പിടിച്ചുകൊണ്ട് ഇറങ്ങി മോനെ നീ വന്നേന്ന് പറഞ്ഞു. വിളിച്ച് പറഞ്ഞു, മോനെ നിനക്ക് അമേരിക്കൻ വിസ ഉണ്ടറിയാമല്ലോ? അറിയാം. പാസ്പോർട്ട് ഉണ്ടല്ലോ? ഉണ്ട്. ടിക്കറ്റ് ഉണ്ടല്ലോ? ഉണ്ട്. എത്രാം തീയതി മോന് പോകണ്ടേ? 13-ാം തീയതി. ഓക്കെ. അവിടെ ജോലിയുണ്ടല്ലോ? ഉണ്ട്. ഒരു മാസം ജോലി ചെയ്താൽ എത്ര തേക്കിൻ്റെ പൈസ കിട്ടും? ഒരു 5 തേക്കിൻ്റെ കിട്ടും. എടാ, അവനാകെ കോടാലിയേ ഉള്ളൂ. ഹലോ, ഈ വെട്ടിയിട്ടൊന്നിൽ ആകെ എന്തേ ഉള്ളൂ? കോടാലിയേ ഉള്ളൂ. നിനക്കിതെല്ലാം ഉണ്ട്. പാസ്പോർട്ടുണ്ട്, വിസ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, ജോലിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഉള്ളം നീ ഇല്ലാത്തവനോട് ബഹളം ഉണ്ടാക്കാൻ പോകല്ലേ. സ്വതന്ത്രം പറഞ്ഞില്ല. കൃപ പ്രാപിച്ച നിനക്ക് അഭിഷേകമുണ്ട്, ആത്മശക്തിയുണ്ട്, ദൈവിക പരിജ്ഞാനമുണ്ട്. മണവാട്ടിയാകാൻ പോകുന്ന പുള്ളിയാ. നീ ഇല്ലാത്ത ഇവൻ്റെ പുറകെ പോയി ബഹളം ഉണ്ടാക്കല്ലേ. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോണം. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ദാവീദ് കരഞ്ഞു. ഭക്തന്റെ കരച്ചിൽ, പ്രത്യേകിച്ച് ഈ ശൗമേലിൻ്റെ അഭിഷേക തൈലം വീണല്ലേ, ഈ അഭിഷേകമുള്ളവൻ്റെ കരച്ചിൽ സ്വർഗത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഇവൻ ദാവീദിന്റെ പുറകെ വന്നു. കോബർ കഴുത പുറത്ത് കയറി വന്ന വരവിൽ ഈ മുടി ഇങ്ങനെ കിടന്നിങ്ങനെ ആടുമല്ലേ, ഈ നല്ല ചുരുണ്ട മുടി ഇങ്ങനെ തലയിൽ കിടന്നിങ്ങനെ ഈ ട്രംപൊക്കെ നടന്നു പോകുന്നത് കാണുമ്പോൾ പുള്ളിയുടെ മുടിക്ക് ഒരനക്കമുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ മുടി അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കരുവേലത്തിൻ്റെ കീഴെ കൂടെ പോയപ്പോൾ ഇത് കയറി ഈ കരുവേലത്തെ അങ്ങോട്ടാക്കി കരുതി അങ്ങോട്ടിപ്പോയി ഇവൻ മണ്ടയ്ക്കുണ്ടെന്ന് വിചാരിച്ച്. സ്തോത്രം. അപ്പോൾ ഇവനിങ്ങനെ ആകാശത്തിൻ്റെ ഭൂമിക്ക് മധ്യം എന്ത് ചെയ്തു? അപ്പോൾ ഈ യോവാബിൻ്റെ സാധാരണ ഒരു കുന്തം, അന്ന് പുള്ളി 3 കുന്തം എടുത്തു. നോക്കിക്കോണം. എന്നിട്ട് 3 കുന്തവും കൂടി ഇവൻ്റെ പണ്ടക്കൂടെ എന്ത് ചെയ്തു? അടിച്ച് കയറ്റിയപ്പോൾ ഈ കൂട്ടുകാരെല്ലാം കൂടി ഇവനെ തല്ലി കൊന്നിട്ട് കുഴിക്കകത്തിട്ടു. നോക്കി. അപ്പം ദാവീദ് എന്തോ ചെയ്യുക? ഒലിവുമലയുടെ കയറ്റം കയറി കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ മിണ്ടുന്നില്ല. നീ ഇവിടെ കരയുമ്പോൾ അവിടെ പലതും നടക്കുകയാണ്. മിണ്ടുന്നില്ല. മനസ്സിലായില്ലേ? നീ ഇവിടെ ചുമ്മാ കരഞ്ഞാൽ മതി, പക്ഷെ അവിടെ വേറെ കാര്യം നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങോട്ട് ശാപമേറ്റ് പോയവൻ, ചെരിപ്പിടാതെ പോയവൻ ഇങ്ങോട്ട് കാലെ ചെരിപ്പിട്ട് തലേ കിരീടം വെച്ച് വരുമ്പം ജനം വിളിച്ച് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് മടക്കി വരുത്തിയെങ്കിൽ നീ ഏത് പട്ടണത്തിൽ കൂടെ കരഞ്ഞോണ്ട്
കൊണ്ട് അങ്ങോട്ട് പോയോ, അതേ തെരുവിലൂടെ നിന്നെ ചിരിപ്പിച്ചുകൊണ്ട് മടക്കി വരുത്താൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആത്മാവിലൊന്ന് സ്തുതിച്ചേ. പുള്ളി പോയി പെലിസിനുമായിട്ടും വലിയ യുദ്ധമൊക്കെ ചെയ്ത് ജയിച്ചു വരിക. ജയിച്ചു വരുന്ന സമയത്ത് യുദ്ധത്തിന് പോയ സമയം നോക്കി അമാലേക്കര് വന്ന് ഈ ഭാര്യമാരെയും പിള്ളേരെയും സമ്മതം എല്ലാം അടിച്ചുകൊണ്ടങ്ങ് പോയി. ഇവർ താമസിച്ച സിക്ലാങ്ങിന് തീയും വെച്ചു. സ്തോത്രം. പുള്ളി വന്നപ്പോൾ ഇങ്ങനെ പുക മേളിലോട്ട് വരുന്നുണ്ട്, ഒന്നും കാണാനില്ല. ദാവീദ് അങ്ങോട്ട് മുട്ടയെ കുത്തിയിരുന്നു. ബലം ക്ഷയിക്കുവോളം ഒറ്റ കരച്ചിൽ. ഹോ, കരഞ്ഞതാരാ? അഭിഷക്തൻ. സ്വർഗം പറഞ്ഞു, നീ കരഞ്ഞാ മതി, ആ പരീക്ഷയെ ഞാൻ നിന്റെ കൈ തരാൻ പോകുകയാ. ഓ, ഇന്ന് രാത്രി എങ്ങനെ പ്രസംഗം എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചേ, കരഞ്ഞ അഭിഷേകത്തോട് ദൈവം പറയുകയാണ്, നീ കരഞ്ഞാ മതി, ഞാൻ ആ പരീക്ഷയെ നിന്റെ കൈ തരാൻ പോകുകയാ. നഷ്ടമായതെല്ലാം അവൻ തിരിച്ചു പിടിച്ചെങ്കിൽ കരയുന്നവനോട് ഇന്ന് രാത്രി ആത്മാവിനൊരു ദൂത് പ്രവചിച്ചു പറയാനുണ്ട്. ഇന്ന് രാത്രി നഷ്ടമായതെല്ലാം നിനക്ക് മടക്കി തരാൻ കഴിയുന്ന വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ഇന്നലകളിൽ കവർന്നു കൊണ്ടുപോയത്, അപകരിച്ചു കൊണ്ടുപോയത് എല്ലാം മടക്കി തരാൻ കഴിയുന്ന, ഓ, മോർദെഖായി പട്ടണത്തിന് നടുക്കിരുന്ന് കരഞ്ഞു. മറുഭാഗത്ത് കഴുകുമരം ഉയരുകയാ. കഴുകുമരം ഉയർത്തിയവനെ കഴുകുമരത്തെ തൂക്കിയിട്ട് പട്ടണത്തിൽ കരഞ്ഞവനെ കുതിരപ്പുറത്ത് കയറ്റി. തലയിൽ രാജകിരീടം വെപ്പിച്ചു, രാജവസ്ത്രം ധരിപ്പിച്ചു. മുമ്പിൽ പോന്നവനെ കൊണ്ട് ചെണ്ട കൊട്ടി പറയിപ്പിച്ചു. രാജാവ് ബഹുമാനിപ്പാനിച്ചിരിക്കുന്നവനെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കരയുന്ന നിന്നെ ഏത് പട്ടണത്തിൽ കരഞ്ഞോ അതേ പട്ടണത്തിൽ കൂടെ ആദരിക്കുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട്. നിന്നോട് സ്വർഗം ഈ രാത്രി ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ദൂത് ശരിയാകത്തില്ലല്ലോ. ഈ രാത്രി ഞാൻ ഒരു വാക്യം വായിപ്പിച്ച് അവസാനിപ്പിക്കാം. വായിച്ച ദേവദാസനെ, മർക്കോസിന്റെ സുവിശേഷം 15:37 വേഗം വായിച്ചു. യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. ഈ ചോദ്യം ചോദിച്ച ആള് 3 ദിവസം മുമ്പ് കരഞ്ഞിട്ടാണ് ഇന്ന് ചോദിച്ചത് നീ എന്തിനാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നീ ഇന്ന് കരയുന്ന വിഷയത്തിന് ഞാൻ വെള്ളിയാഴ്ച ക്രൂശെ കരഞ്ഞതാ. ഹലോ, നീ കരയുന്ന വിഷയം എന്തുമാകട്ടെ, ആ കരയുന്ന വിഷയത്തിന് ഞാൻ അലറിക്കരഞ്ഞവനാ. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞവൻ ഗാഗുൽത്തായുടെ കൊടുമുടിയിൽ കിടന്നുകൊണ്ട് അലറിക്കരഞ്ഞു. ആ കരച്ചിൽ വേദന കൊണ്ടല്ല കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം, വിവരിക്കാൻ സമയമില്ല. ഇത് ആദാമിന്റെ കരച്ചില, ഇത് ആദാമ്യ വർഗത്തിന്റെ കരച്ചില. പ്രൈസ് ദി ലോർഡ്. ഏദൻ എന്ന ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് ദൈവത്തിന്റെ മകനായ ആദാമിനെ ചെവിക്ക് പിടിച്ച് വെളിയിൽ കൊണ്ടുവന്നു. ഉറക്കത്തിൽ ലഭിച്ച ഭാര്യയും പിടി കൊണ്ടുവന്നു. തമ്പുരാന്റെ കോപത്ത് ഗേറ്റ് വലിച്ചൊരു ഒറ്റ അടക്കി അടച്ചു. അടച്ചിട്ട് വാതുക്കൽ ചുറ്റിക്കറങ്ങുന്ന വാളുമായി ദൂതനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, മേലി തോട്ടത്തിൽ കയറിയേക്കൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പന്റെ കോപത്തിൽ മകനെ ആട്ടി ഓടിച്ചു. ആട്ടി ഓടിയ മകൻ വെരുണ്ട് മാറി നിൽക്കുമ്പോൾ, കോപിഷ്ഠനായ ദൈവം നടന്നു നീങ്ങുമ്പോൾ ആദാം അറിയാതെ നിലവിളിച്ചു പോയി, എന്റെ അപ്പാ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ കരച്ചിൽ കഴിഞ്ഞ 4000 വർഷമായി ആദാമ്യ സന്തതി മുഴുവൻ കരയുകയാ. ആ കരച്ചിലിന് മറുപടി കൊടുക്കാൻ ആർക്കുമില്ലാതിരിക്കുമ്പോൾ അല്ലെ ഒടുക്കത്തെ ആദാമായ എന്റെ യേശു തമ്പുരാൻ കാൽവറിയിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ആ കരച്ചിൽ കരഞ്ഞ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. മാനവകുലത്തിന്റെ മുഴുവൻ കരച്ചിലും കൂടെ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ഒടുക്കത്തെ ആദാമായ എന്റെ യേശു കാൽവറിയിൽ ഏറ്റെടുത്തു. ആദാം ചോദിച്ച ചോദ്യം ചോദിച്ചു, ഏലോകി ഏലോകി ലമ്മ ശബഥാനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ,
നീ എന്നെ ഉത്തരമുണ്ട്. ഏതെന്നെ നാട്ടി പുറത്താക്കിയ മനുഷ്യവർഗത്തെ എനിക്ക് തിരികെ ചേർക്കണമെങ്കിൽ എനിക്ക് നിന്നെ കൈവിട്ടേ മതിയാകത്തുള്ളൂ. മടിയിൽ പ്രമോദിച്ചവൻ, സ്വർഗത്തിൻ്റെ മണിമകുടം, തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര, സകലത്തിൻ്റെ ശില്പി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അലറിക്കരയുമ്പോൾ സ്വർഗത്തിൻ്റെ മുഖം നമ്മുടെ മുഖത്തേക്കായിരുന്നു കേട്ടോ. ഇന്ന് രാത്രി ആ കരച്ചിൽ കഴിഞ്ഞ സമയത്ത് പിതാവായ ദൈവത്തിൻ്റെ കോപിഷ്ഠനായ നീതിയുള്ള ദഹിപ്പിക്കുന്ന അഗ്നിയായ പാപത്തോട് യാതൊരു ദാക്ഷിണ്യം കാണിക്കാത്ത നീതിമാനായ ദൈവത്തിൻ്റെ കൈ എരിഞ്ഞോട്ട് പിടിച്ചിട്ട് ഈ അകന്നുപോയ ആദാമ്യവർഗത്തിന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് ആ ക്രൂശെ വെച്ച കൈ തമ്മിൽ യോജിപ്പിച്ചിട്ട് പുത്രൻ പറഞ്ഞു, എല്ലാം നിവർത്തിയായി. അകന്നുപോയ മനുഷ്യനെയും അകന്നുപോയ ദൈവത്തെയും യോജിപ്പിക്കാനുള്ള എല്ലാം നിവർത്തിയായി. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാ. എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് രാത്രി? ഹല്ലേലൂയ. ഈ യോഗം ആശീർവാദം പറയും മുമ്പേ എനിക്ക് ഈ ദൈവത്തിന്റെ മകനാകണം, എനിക്ക് ഈ ദൈവത്തിൻ്റെ മകളാകണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. ആ കരങ്ങൾ ദൈവത്തിൻ്റെ മകനാകുവാൻ, ദൈവത്തിൻ്റെ മകളാകുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് നഷ്ടപ്പെട്ടത് പുത്രത്വമാകട്ടോ. ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അതുകൊണ്ടല്ലേ പണ്ടത്തെ പാട്ടുകാരൻ എഴുതി, നമ്മളൊന്നും ഇപ്പോൾ ഒന്നും പാടുന്നില്ല, കാരണം നമ്മളിവിടെ പിന്നിച്ചിട്ട് വേണ്ടേ പാടാൻ. പണ്ടെഴുതി, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം, എനിക്കു നീ പുത്രത്വം നോക്കി. ഭക്തൻ എന്താ ആഴമായിട്ട് ശത്രുതയെ അകറ്റി. ദൈവവും മനുഷ്യനും നമ്മളെ ശത്രുതയെ അകറ്റി എനിക്ക് നീ പുത്രത്വം തന്നു. സ്വത്രം പറഞ്ഞേ. ഓ മക്കളെങ്കിൽ നമ്മൾ അവകാശികളാ. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന് മറികടക്കാത്ത ഒരു ദൈവം ഇവിടെയുണ്ട്. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടിടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, നിന്നോട് ദൈവാത്മാവ് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? ജനിച്ച മക്കളെ ചൊല്ലിയോ? ജനിക്കാനുള്ള മക്കളെ ചൊല്ലിയോ? അതോ കുടുംബങ്ങളുടെ തകർച്ചകളെ ഓർത്തോ? പാപബോധം കൊണ്ട് കരയുന്നുവോ? രോഗം കൊണ്ട് നീ കരയുന്നുവോ? നീ രോഗം കൊണ്ട് കരയുന്നുവോ? സാമ്പത്തിക കടഭാരം കൊണ്ട് കരയുന്നുവോ? വീട് ജപ്തി ചെയ്തുകൊണ്ട് കരയുന്നുവോ? ഇന്ന് രാത്രി നീ കരയുന്ന വിഷയം എന്താണ്? ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഒന്ന് സമർപ്പിച്ചാൽ ഇന്ന് രാത്രിയിൽ നീ കരയുന്ന വിഷയത്തിന്മേൽ എന്റെ ദൈവം മറുപടി തരാൻ പോകുകയാണ്. ഈ യോഗത്തിന് അഭിഷക്തന്മാര് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും മുമ്പേ നിന്റെ കണ്ണുനീര് ഒപ്പിയെടുത്ത് അതിന് മറുപടി തരുന്ന ഒരു നല്ല ദൈവം ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ശക്തിയോടെ ആ കൈ ഉയർന്നിരിക്കട്ടെ. എല്ലാവരുടെയും രണ്ട് കരം ഉയർന്നിരിക്കട്ടെ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ചിന്തകൾക്കപ്പുറത്ത്, ഞങ്ങൾ കണക്ക് കൂട്ടി വന്നതിനപ്പുറത്ത് അങ്ങയുടെ ജനത്തോട് ഇടപെടുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് ഇന്ന് രാത്രി 7 അറിയുന്നു. എൻ്റെ വഴികൾ നിന്റെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളല്ല. ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരങ്ങൾ ഉന്നതമാകയാൽ ഇന്ന് രാത്രി കരയുന്ന ചിലരെ ദൈവം തൊട്ടതിനായി സ്തോത്രം. നാളുകളായി വർഷങ്ങളായി എണ്ണി കരയുന്ന ചില വിഷയത്തിന് മേൽ ഇന്ന് രാത്രി ഈ ജനത്തിൻ്റെ മേൽ മറുപടി വെളിപ്പെടട്ടെ. എല്ലാ ശാപത്തിൻ്റെ കെട്ടഴിയട്ടെ, എല്ലാ പാപത്തിൻ്റെ കെട്ടഴിയട്ടെ, എല്ലാ രോഗത്തിൻ്റെ കെട്ടഴിയട്ടെ, കുടുംബ തകർച്ചകളുടെ കെട്ടഴിയട്ടെ, തലമുറയുടെ ബന്ധനമഴിയട്ടെ. ചില ഇന്ന് രാത്രിയിൽ കർത്താവേ, കുടുംബ ബന്ധങ്ങളുടെ ഉലച്ചകൾ മാറട്ടെ, സാമ്പത്തിക കെടുതികൾ മാറട്ടെ. ഓ ഇന്ന് ചില ജപ്തി നോട്ടീസുകൾ മാറുന്നത് പോലെ ചില വിടുതലുകൾ കൂടാരങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. അടഞ്ഞ ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ കരയുന്നവന് വേണ്ടി ഈ രാത്രി മലർക്കെ തുറക്കട്ടെ.
ശൂന്യമാക്കപ്പെട്ട ചില മേഖലകളിൽ, അടഞ്ഞുപോയ ചില ഉറവകളിൽ ഇന്ന് രാത്രി യേശുവിന്റെ മുറിവേറ്റ കര ചലിക്കട്ടെ. ആ ഉറവകൾ ഓപ്പൺ ആകട്ടെ, ആ ശൂന്യതകൾ മാറട്ടെ. ഈ ജനം ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ